ഇന്നൊരു അർദ്ധദിന ഒരുമിച്ച് കൂടൽ, ഒരു സംഗമം നടത്തുകയാണ്. 75 പേര് ഉറപ്പായിട്ടും എത്തുമെന്ന് അഖിലിനോട് സമ്മതിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് മനസ്സിലായത്. ഇനിയും വരാനുണ്ടെന്ന് അർത്ഥം. അതിൽ കൂടുതൽ ആളുകൾ നമ്മുടെ ഇടവകയിലുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം. ഈ വർഷം KCBC യുവജന വർഷമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പിതാവ് തന്നെയും അതുമായി ബന്ധപ്പെട്ട് അറിയിപ്പുകൾ നമുക്ക് നൽകിയിട്ടുണ്ട്. 2024 യുവജന വർഷമായിട്ട് ആചരിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് അപ്പം അതിൻ്റെ ഇടവകതല ഉദ്ഘാടനം മെയ് മാസം 26 ഞായറാഴ്ച പരിശുദ്ധ ത്രിത്വത്തിൻ്റെ തിരുനാൾ ദിനത്തിൽ നടത്തേണ്ടതാണ് എന്നാണ് പിതാവ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. പക്ഷെ നമ്മൾ പിതാവ് എഴുതുന്നതിന് മുമ്പ് തന്നെ ഈ ദിവസം ഒരു അർദ്ധദിന കൂട്ടായ്മ നമ്മുടെ യുവാക്കളുടേതായിട്ടുണ്ടാകണമെന്ന് കഴിഞ്ഞ മാസം ആരംഭത്തിൽ തന്നെ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. അതൊരു ദൈവാനുഗ്രഹത്തിൻ്റെ ഒരു നിമിത്തമായി മാറിയതാണ് വസതിയിലുള്ള നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ. ഒരുപാട് പരിപാടികൾ നമുക്കിവിടെ ഇല്ല. ഇത് നമ്മൾ വിശിഷ്ട അതിഥികളായ 2 പേരെയാണ് ക്ഷണിച്ചിട്ടുള്ളത്. ഒന്ന് രൂപതയിൽ യുവജനങ്ങളുടെ ഉത്തരവാദിത്തം ഉള്ള ബഹുമാനപ്പെട്ട ജോഷി കല്ലേരി അച്ഛനാണ് നമുക്ക് മുമ്പ് സമയത്ത് ഇവിടെ എത്തിയിട്ടുള്ളത്. അച്ഛന് 3 മണിക്ക് പറഞ്ഞയക്കാമെന്നാണ് മുമ്പ് പറഞ്ഞയക്കാമെന്നാണ് അച്ഛനോട് പറഞ്ഞിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇന്നൊരു സന്ദേശം നൽകാൻ ക്രിസ്തുവിൽ കേന്ദ്രീകൃതമായൊരു യുവത്വം. ഈശോ തന്നെയും ഒരു യുവാവായി നമുക്കറിയാം. ലോകത്തെ മുഴുവൻ ഇനി വരാനിരിക്കുന്ന കാലഘട്ടങ്ങളിലെ മനുഷ്യരെ ഉൾപ്പെടെ ചിന്തിപ്പിക്കുവാനും വിപ്ലവകരമായ രീതിയിൽ കർമ്മ ഉജ്ജ്വലരാക്കുവാനും ഒക്കെ യേശുവിനെ കഴിഞ്ഞുവെന്ന് നമുക്കറിയാം. 2000 വർഷം പിന്നിട്ടിട്ടും ഇന്നും ഈ യേശു എന്നുള്ള ഒരു ദൈവം, യേശു എന്നുള്ള ഒരു മനുഷ്യനെ മുഴുവൻ പിടികിട്ടാത്ത ഒരവസ്ഥയിൽ തന്നെ തുടരുകയാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് ഈശോ ദൈവമാണ്, മനുഷ്യനാണ്, നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ സർവസ്വവുമാണ്. നമ്മൾ ഈശോയിൽ നിന്ന് ശക്തി സ്വീകരിച്ച് അതിൻ്റെ ജീവിതത്തിൽ ഓരോ ദിവസവും മുന്നേറേണ്ട വ്യക്തികളാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു സന്ദേശം നൽകാൻ വേണ്ടി ശ്രീമാൻ നന്ദു ജോണിനെ ഞാൻ ക്ഷണിച്ചിട്ടുണ്ട്. നന്ദു ജോണിൻ്റെ ജീവിതകഥ നന്ദു തന്നെ നമ്മളോട് വിവരിക്കും. അതുകൊണ്ട് ഞാനധികം ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല. ഏതായാലും വന്നു ചേർന്ന ഇനി വരാനിരിക്കുന്ന ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. 4 മണിയോടെയെങ്കിലും നമുക്ക് നമ്മുടെ ഉല്ലാസയാത്രയുടെ ലക്ഷ്യമായിട്ട് നമ്മുടെ നാട്ടിക ബീച്ചിലേക്ക് പോകാനുള്ള വാഹനം ക്രമീകരിക്കപ്പെടുന്നത് കൊണ്ട് അതിനു മുമ്പ് എല്ലാ കാര്യങ്ങളും ചെയ്ത് തീർക്കേണ്ടതുമുണ്ട്. നമുക്ക് കുറേ കൂടി അങ്ങനെയൊരു ലക്ഷ്യം കൂടെ നമുക്കുണ്ടല്ലോ. ഏതായാലും ഈ ദിവസം വരാൻ നിങ്ങളൊക്കെ സന്മനസ് കാണിച്ചു. വരാത്ത ആളുകൾ തീർച്ചയായിട്ടും നമ്മൾ പിന്തുടരുന്നവർക്ക് പറ്റിയെ നമ്മൾ അന്വേഷിക്കും. ആ കാര്യത്തിലും സംശയമൊന്നും വേണ്ട. ഇടവകയുടെ കൂട്ടായ്മയിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ആളുകൾ ആരാണെങ്കിലും അന്വേഷിക്കാൻ വിചാരിച്ചതിൻ്റെ ചുമതലയുണ്ടല്ലോ. ദീർഘിപ്പിക്കുന്നില്ല. നിങ്ങളെവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഒപ്പം ഇന്നത്തെ നമ്മുടെ ഈ യുവജന വർഷത്തിൻ്റെ ഇടവകതല ഉദ്ഘാടനത്തിനായി ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ നമ്മുടെ സാന്നിധ്യം അറിയിക്കുന്ന ബഹുമാനപ്പെട്ട ജോഷി കല്ലേരിയെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഒപ്പം ആസനക്കാൻ വരുന്ന നന്ദിജോണിനെ കുറിച്ച് നന്ദിജോൺ പറയും. നമുക്ക് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് പരിചയപ്പെടേണ്ടതുണ്ട്. അതിന് മുമ്പ് അതുകൊണ്ട് ആദ്യം പരിചയപ്പെട്ടിട്ട് മതി. ഒരൊറ്റ വാക്കിൽ നിങ്ങളോ ആദ്യത്തെ പരിചയപ്പെട്ടു പേരും വീട്ടുപേരും കുടുംബ യൂണിറ്റും മാത്രം ഒന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ നമുക്ക് അധികം സമയങ്ങളെ പോകാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് കേട്ടോ. അൽസർപ്പടി ഇവിടെ വന്നവരെയൊന്നും പരസ്പരം അറിയാൻ വേണ്ടി.
ഇവിടെ വന്നിട്ടുള്ളവരായിരിക്കും അറിയാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ പേര് ഏഞ്ചൽ, വെട്ടൂർ പുളിയാതി, സെൻറ്റ് അൽഫോൺസ്. കാണുമ്പോൾ തിരിച്ചവിടെ ഇരുന്നിട്ട് അടുത്താണ് അജന പള്ളൻ സെന്റ് ആന്റണി, അലൻ പള്ളൻ സെൻറ്റ് ആന്റണി, അലീഷ സെൻറ്റ് ആന്റണി, മനിയ സെൻറ്റ് പോളണ്ട്, വടക്കൻ പ്രീതി അൽഫോൺസ്. എൻ്റെ പേര് ഡേന, പള്ളിപ്പാട് യൂണിറ്റ് സെൻറ്റ് പീറ്റർ. എൻ്റെ പേര് റെന, പുതുക്കാട്ടുകര ഹൗസ്. എൻ്റെ പേര് നേഹ, പുതുക്കാട്ടുകര ഹൗസ് 20. എൻ്റെ പേര് നീന, മദർ തെരേസ. എൻ്റെ പേര് അഖില, സെൻറ്റ് പീറ്റർ യൂണിറ്റ് തൊടുപുഴ. എൻ്റെ പേര് അഖില, 2 പേര് തൊടുപുഴ, സെൻറ്റ് മരിയ വെറീറ്റ് യൂണിറ്റ്. എൻ്റെ പേര് ജിബിയ, വീട്ടുപേര് കോളങ്ങാട്, സെൻറ്റ് അൽഫോൺസ് യൂണിറ്റ്. എൻ്റെ പേര് ആഷ്ന, തൊടുപുഴ, വീട്ടുപേര് മരിയ വെറീറ്റ് യൂണിറ്റ്. എൻ്റെ പേര് ആന്റണിയ, വീട്ടുപേര് കൊണ്ടോക്കാരൻ, സെൻറ്റ് തെരേസ യൂണിറ്റ്. എൻ്റെ പേര് ഏഞ്ചൽ, വീട്ടുപേര് മഞ്ഞളി, ലടാക്കിലെ. എൻ്റെ പേര് ഡോണാപ്പൂടി, എൻ്റെ വീട്ടുപേര് കാരാട്ട, സന്തോഷ് യൂണിറ്റ്. എൻ്റെ പേര് ഐറി, പുല്ലോക്കാരൻ ഹൗസ്, സെൻറ്റ് മദർ തെരേസ യൂണിറ്റ്. എൻ്റെ പേര് ബെനിറ്റ, പുല്ലോക്കാരൻ ഹൗസ്, സെൻറ്റ് ആന്റണി യൂണിറ്റ്. എൻ്റെ പേര് പിന്ന, തൊടുപുഴ ഹൗസ്, സെൻറ്റ് പീറ്റർ. എൻ്റെ പേര് മേഘന, വീട്ടുപേര് തൊടുപുഴയിൽ സെൻറ്റ് പീറ്റർ യൂണിറ്റ്. എൻ്റെ പേര് സിയ, വീട്ടുപേര് വരക്കമുണ്ട്, യൂണിറ്റ് സെൻറ്റ് മദർ തെരേസ. എൻ്റെ പേര് ആലിയ, വീട്ടുപേര് പുല്ലക്കാരൻ. എൻ്റെ പേര് അദീന, പുല്ലക്കര ഹൗസ്. സെൻറ്റ് ജോസഫ്. അൽഫോൺസ്. എൻ്റെ പേര് കിരൺ, അൽഫോൺസ്. എൻ്റെ പേര് മാജോ, യൂണിറ്റ് സെൻറ്റ് പോളേഴ്സ്. എൻ്റെ പേര് വർഗീസ്, എൻ്റെ പേര് വടക്കൻ. എൻ്റെ പേര് അസ്മിൻ, തുടോഗ്യാസ്, സെൻറ്റ് ജോസഫ്. എൻ്റെ പേര് ജെസ്സി, വീട്ടുപേര് തുടർന്ന് യൂണിറ്റ് സെൻറ്റ് ആന്റണി. എൻ്റെ പേര് ആന്റി, വീട്ടുപേര് സെൻറ്റ് ആന്റണി. എൻ്റെ പേര് നീതി, പുല്ലക്കാരൻ, മദർ തെരേസ യൂണിറ്റ്. എൻ്റെ പേര് അലൻ, വീട്ടുപേര് പുല്ലോക്കാരൻ, സെൻറ്റ്
എൻ്റെ പേര് പ്രകാശ് പിതാക്കാരൻ സെൻട്രൽ തെരേസ. പേര് ഭാവിക്ക് ഹൗസ് സെൻറ്റ് സെബാസ്റ്റ്യൻ യൂണിറ്റ്. ഈ പേരുകൾ ഇത് കഴിയുമ്പോൾ നിങ്ങൾ എല്ലാവരും അങ്ങോട്ടൊന്ന് പറയില്ലേ? നമ്മൾ ബീച്ചിൽ ചെന്നാൽ അതാണ് പണി. ഓരോരുത്തരും ബാക്കിയുള്ളവരുടെ എത്ര പേരുടെ പേരുകൾ പറയാൻ പറ്റുമെന്നുള്ളത് എനിക്കൊന്ന് അറിയാമെന്നുള്ളതാണ് കാര്യം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരുടെ പേരുകൾ അതല്ലെങ്കിൽ തന്നെ ഒന്ന് പഠിച്ചോളൂ കേട്ടോ. നമ്മൾ ബീച്ചിൽ ചെന്നാൽ അതാണ് നമ്മുടെ ഒരു ഹോംവർക്ക്. എൻ്റെ പേര് ജസ്റ്റിൻ ഒരു ആക്സിഡന്റ് പറ്റിയിട്ട് കൂടെ ഇന്ന് ഈ പ്രോഗ്രാമിന് പങ്കെടുക്കാൻ മടി കാണിച്ചില്ല എന്നുള്ളതാണ് സന്തോഷം. എൻ്റെ പേര് ക്രിസ്റ്റീൻ അവണക്കുറുക്കൽ ഹൗസ് തിരുവനന്തപുരം. ഒരു പ്രിൻസ് ഹൗസ്. അലോഷി പള്ളൽ ഹൗസ് സെൻറ്റ് ആന്റണി യൂണിറ്റ്. എൻ്റെ പേര് എത്രയോ വീട്ടിൽ സെൻറ്റ് സെബാസ്റ്റ്യൻ യൂണിറ്റ്. എൻ്റെ പേര് ഗോഡ്സൺ വീട്ടുപേര് കോലിമാവ് യൂണിറ്റ് സെക്ടോളി. എൻ്റെ പേര് അലക്സ് വീട്ടിൽ പടപ്പാക്കൽ അസിസി. എൻ്റെ പേര് ബെഞ്ചമിൻ മരത്തമ്പള്ളി അസിസി യൂണിറ്റ്. പേര് ജോസഫ് വീട്ടുപേര് പുലകരൻസ് യൂണിറ്റ് വേണമെങ്കിൽ ഇവർക്ക് ആനിമേറ്റേഴ്സ് ആയിട്ട് നൽകുന്ന CLCCYMലെ ചേട്ടന്മാരാണ്. GSS യൂത്തിലെ സീതമാഷ നിങ്ങൾക്ക് പരിചയമുണ്ട്. അപ്പുറത്ത് നമ്മുടെ ജസ്റ്റിനെ നിങ്ങൾക്ക് പരിചയമുണ്ട്. അതുപോലെ ഞാൻ നമ്മുടെ ജോജിനോട് വരാൻ പറഞ്ഞിരുന്നത് അവരുടെ തറവാട്ട് സംഘം നടക്കുന്നത് കൊണ്ടാണ് എത്താതെ പോയത്. അതായത് അവർ ഒന്ന് രണ്ട് വാക്കുകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കും. ഞാൻ മോശത്തിൽ വാക്ക് പറഞ്ഞത് പേടിച്ചു പോയി. ആയിരുന്നില്ലല്ലോ. പക്ഷെ സന്തോഷം. കാരണം മുരിയാടയുടെ വളരെ സമ്പന്നമാണെന്ന് ഇപ്പോൾ നിങ്ങളെ കണ്ടാൽ മനസ്സിലായി. പക്ഷെ നിങ്ങളൊക്കെ കുറേ പേരൊക്കെ നമ്മുടെ ചുറ്റുമുണ്ട്. കുറച്ച് പേരെയൊക്കെ ചിലപ്പോൾ കാണുന്നില്ല. കാരണം എനിക്ക് പരിചയമാണ് കുറേ പേര്. അത് നിങ്ങൾ ആക്റ്റീവ് അല്ലാത്തത് കൊണ്ടല്ല, എനിക്ക് നിങ്ങളൊക്കെ കണ്ടുമുട്ടാത്തത് കൊണ്ടാണ്. ഏറെ സന്തോഷം. ഞാൻ ക്ലാസ് എടുത്ത പുള്ളിക്കാരീസിൽ കുറച്ച് പിള്ളേരെ കാണാറുണ്ട്. അവർ കാണുമ്പോൾ എനിക്ക് പേടിയാണ് സത്യത്തിൽ. എന്നേക്കാളും വലുതായി അവരൊക്കെ. ഏറെ സന്തോഷം. കാരണം അച്ഛൻ അങ്ങനെ ഒരു ആഗ്രഹമൊക്കെ പറഞ്ഞപ്പോഴൊക്കെ നിങ്ങൾ ഏറ്റവും ഭംഗിയായിട്ട് സഹകരിച്ചു എന്നുള്ളത് തന്നെ ഏറ്റവും വലിയ സന്തോഷം. നിങ്ങൾ കഴിഞ്ഞ പെരുന്നാൾ നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നു അല്ലേ? പെരുന്നാൾ എങ്ങനെയായിരുന്നു? പൊതുവേ നന്നായിരുന്നു. എല്ലാവർക്കും കഴിഞ്ഞ വർഷത്തെക്കാളെ കുറിച്ചുകൂടി ആക്റ്റീവ് ഉഷാറായിരുന്നു. കളർ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇതിന് പിന്നിലെ ചുറുചുറുക്കുള്ള ഒരു പറ്റം യുവാക്കളായിരുന്നു കമ്മിറ്റിയിൽ കൂടുതലുണ്ടായിരുന്നത്. കാരണം നിങ്ങളെപ്പോലെ തന്നെ പള്ളിയുമായി ബന്ധപ്പെട്ട് സംഘടനയുമായി സെയിൽസുമായി ബന്ധപ്പെട്ട് വളരെ ഉഷാറായി വന്നവരാണ് പെരുന്നാൾ നടത്തിയത്. ഞാൻ പറഞ്ഞ അടുത്തൊരു വർഷത്തേക്ക് ഇതിലും ഉഷാറായിട്ട് ചെയ്യാനായിട്ട് നിങ്ങളെല്ലാവരും ഉണ്ടാവുന്നതാണ് എൻ്റെ ചെറിയൊരു ആഗ്രഹം. കാരണം ഞങ്ങളെക്കാളൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനും വളരെ ഭംഗിയാക്കാനും ഹെൽപ്പും സ്ട്രോങ്ങും ഒക്കെ ഉള്ള ആളുകൾ നിങ്ങൾ തന്നെയാണ്. അത് യാതൊരു സംശയമില്ല. പക്ഷെ നിങ്ങളുടെ കഴിവുകൾ നിങ്ങൾ പുറത്തെടുക്കുന്നില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നിയൊരു കാര്യം. അടുത്ത വർഷത്തേക്ക് നിങ്ങൾ എല്ലാവരും നമ്മുടെ എല്ലാ കാര്യങ്ങളും പെരുന്നാൾ മാത്രമല്ല ഇടവക എല്ലാ കാര്യങ്ങളും കൂടി ഉണ്ടാവുന്നതാണ്. ഒരു ഒറ്റ സംഭവം പറയാനുള്ളതെന്ന് എന്നെ ഈ ഒരു നിങ്ങളുടെ മുന്നിൽ ഇതുപോലെ ഒരു ഇൻട്രസ്റ്റ് ചെയ്യാൻ എനിക്ക് പറ്റുന്നുണ്ടെങ്കിൽ അതെന്നെ CLC പഠിപ്പിച്ച കുറച്ച് ട്രെയിനിങ്ങുകളാണ്. വളരെ ചെറുപ്പകാലത്ത് തന്നെ ഞാൻ CLC വരാറുള്ള കാര്യം 5ാം ക്ലാസ്സിൽ നിർബന്ധമായിരുന്നു കാറ്റീസ്. ഞാൻ പഠിക്കുന്ന സമയത്ത് CLC മീറ്റിങ്ങിൽ ഞാൻ വന്നിരുന്ന ഒറ്റ കാരണമുള്ളൂ. അന്ന് CLC മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന കലാപരിപാടികളുണ്ടാവും. അത് കാണുകയും ചെയ്യും. ഒരു മിഠായി കിട്ടും. എൻ്റെ ലക്ഷ്യം അതായിരുന്നു. ഒരു മിഠായിക്കും അവിടെ നടക്കുന്ന കലാപരിപാടികൾക്ക്. നമ്മുടെ ഇപ്പോഴത്തെ ജോബി മാഷായിരുന്നു ഞാൻ വരുന്ന സമയത്ത് CLC പ്രസിഡൻ്റൊക്കെ ആയിരുന്നു. ഈ 2 ലക്ഷ്യത്തോടെ ഞാൻ ബാക്ക് ബെഞ്ചിൽ ഇരുന്ന് കാര്യങ്ങളൊക്കെ വീക്ഷിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. പിന്നീട് പല ഘട്ടങ്ങളിലായിട്ട് CLCയുടെ ട്രഷറർ സ്ഥാനം മാത്രമേ എനിക്ക് ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ളൂ. നിങ്ങളുടെ മുന്നിൽ ഇതുപോലെ യൂസ് ചെയ്യാൻ എന്നെ പ്രാപ്തമാക്കിയത് അവസരപിതാവും ഈ പള്ളിയും ഇടവകയും കാര്യം ഈ ഒരു ഫെലോഷിപ്പ് കൂടി ഒരുമിച്ച് കൂടിയിട്ടുള്ളത് തന്നെയാണ്. തമ്പരായിട്ടും നന്ദിയോടെ ആയിരിക്കും ഇതുപോലെ തന്നെ. കാരണം നിസ്സാരക്കാരനായി എനിക്ക് ഇതുപോലെയൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരുപാട് കഴിവുകളുള്ള നിങ്ങളൊക്കെ ഇതിലും ഒരൊത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പല അടുത്തോളം ഇടവേള ശ്രദ്ധിച്ചതിന് മനസ്സിലായ കാര്യം എന്തെങ്കിലും സ്പെഷ്യൽ പ്രോഗ്രാം വരുമ്പോഴൊക്കെ അവിടെ എത്തപ്പെടുന്ന യൂത്തുകളുടെ എണ്ണം കണ്ടെത്തി ഞങ്ങൾ പലപ്പോഴും ഞെട്ടിപ്പോയിട്ടുണ്ട്. പക്ഷേ മുരിയാടിക്ക് തോന്നുന്നു അതിനേക്കാൾ സമ്പന്നമാണെന്നാണ് എനിക്ക് തോന്നിയത് ഇപ്പോൾ ഈ സമയം. ഇനി അച്ഛൻ പറയുന്ന എല്ലാ പരിപാടികളൊക്കെ ഒരുമിച്ച് ഉണ്ടാവുന്നതാണ് ആഗ്രഹം. നമുക്കിനി വീണ്ടും ബന്ധപ്പെടാം. താങ്ക് യു.
പഞ്ചായത്ത് മെമ്പർ വരെ വളർന്ന ആളാണ് ജസ്റ്റിൻ. വളരെ സുപരിചിതനാണ്. ഏതാനും ചില വാക്കുകൾ ജസ്റ്റിൻ. കൂടുതലായിട്ടും പറയുന്നില്ല. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ തന്നെ കഴിഞ്ഞ കൊല്ലം ഒരു സംഘം നടത്തുന്നതായിരുന്നു. അതുപോലെ നല്ല ഈ പുതിയ കുറേ മുഖങ്ങൾ കാണാൻ സാധിച്ചു. നമ്മുടെ ഈ ഇടവകയിനെ നല്ല രീതിയിൽ ചലിപ്പിക്കുന്നത് നിങ്ങളാണ്. നിങ്ങളുണ്ടെങ്കിലാണ് നമ്മുടെ മുരിയാട് സെൻട്രൽ ചർച്ച് അറിയപ്പെടാം. ഇപ്പോൾ മറ്റുള്ള ഇടവകകളിൽ ഇപ്പോൾ KCY സംഘടനയുണ്ട്, CLC ഉണ്ട്, അതുപോലെ തന്നെ Jesus ഉണ്ട്. ഇതിലിപ്പോൾ ഞാൻ പ്രതിനിധീകരിച്ചിരിക്കുന്നത് KCY സംഘടനയാണ്. നമ്മുടെ 2003 ഒക്ടോബർ 24 ഇവിടെ KCY സംഘടന രൂപപ്പെട്ടത്. അന്ന് ആകെ 4 പേര് അധികം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അന്ന് നമ്മുടെ സംഘടന എന്ന് പറയുന്നത് വെച്ചാൽ കൂടുതൽ സോഷ്യൽ പരമായ കാര്യങ്ങളായിരിക്കും. ഒന്നില്ലെങ്കിൽ നമ്മുടെ നേത്രപരിശോധന ക്യാമ്പ്, അതുപോലെ തന്നെ നമ്മുടെ രക്തനിർണയ ക്യാമ്പ്, അതുപോലെ നമ്മൾ കൂടുതൽ ക്യാമ്പുകളായിരുന്നു നമ്മൾ പ്രിഫർ ചെയ്തത്. നമ്മുടെ ലഹരിയുടെ ക്യാമ്പുകളൊക്കെ നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നല്ല നല്ല സോഷ്യൽ പരമായ കാര്യങ്ങളാണ് നമ്മൾ KCY സംഘടന. അതുപോലെ തന്നെ നമ്മുടെ കുറച്ച് കൊറോണയ്ക്ക് ശേഷം നമ്മുടെ എല്ലാ യുവജനങ്ങളും എല്ലാവരും ഒന്ന് താഴെ രീതിയിലേക്ക് പോയി. അപ്പോൾ നല്ല രീതിയിൽ ഊർജ്ജസ്വലതയോടെ ഈ വർഷം യുവജനവർഷമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മുടെ ഇടവകേനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുവരും. എല്ലാ യുവജനങ്ങളും മുന്നോട്ട് ഇറങ്ങണം. മെയിനായിട്ട് ഇപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് മാറുകയാണെങ്കിലും നിങ്ങളൊപ്പം ഞങ്ങളുണ്ട്. നിങ്ങളെല്ലാവരും കൂടി ഉണ്ടാവണം. എല്ലാവരും പഠിക്കാനായിട്ട് എല്ലാവരും പുറത്തേക്ക് പോകണം. എന്നാലും ഇടവകയുടെ കാര്യങ്ങളിൽ സജീവമായിട്ട് എല്ലാവരും ഉണ്ടാവണം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജോഷി അച്ഛന് തിരക്കുള്ള ആളാണ്. ഞാൻ അതുകൊണ്ട് ഇന്ന് നമ്മുടെ ഇടവകയിലെ എല്ലാ യുവജനങ്ങളും ഒരുമിച്ച് കൂടുന്ന ദിവസമാണെന്ന് പറഞ്ഞതുകൊണ്ട് അച്ഛൻ സമയം ഉണ്ടാക്കി വന്നതാണ്. അച്ഛൻ്റെ സമയത്തിന് കൂടുതൽ ഞാൻ എടുക്കുന്നില്ല. ഇന്നത്തെ നമ്മുടെ ഈ ഇടവക തല ഉദ്ഘാടനം നടത്തുന്നതിനായിട്ട് ബഹുമാനപ്പെട്ട ജോഷി കല്ലേലി അച്ഛനെ ക്ഷണിക്കുകയാണ്. പ്രിയമുള്ള വികാരിയച്ഛ, പ്രിയമുള്ള യുവജന സുഹൃത്തുക്കളെ, സാറോടെ ഉണ്ടാവുകയായിരിക്കുന്നു. പ്രിയമുള്ളവരെ, വളരെ സന്തോഷമുണ്ട് ഈ യുവജന വർഷത്തിൽ ഇത്രയും ആളുകളൊന്ന് ഒരുമിച്ച് കൂടാൻ ഇവിടെ അവസരമുണ്ടായതിന് ദൈവത്തിന് നന്ദി പറയാം. വികാരിച്ചിനെ പ്രത്യേകമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യാണ്. ഒരു ബീച്ച് ഗ്യാതറിംഗ് ഒക്കെ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാത്തിനും നല്ല ആശംസകൾ നേരുകയാണ്. ഈ ഒരു യുവജന വർഷത്തിൻ്റെ ഒരു ആപ്തവാക്യം നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമെന്ന് അറിയില്ല. അത് ഒന്ന് പറയാൻ ശ്രമിച്ചാൽ നന്നായിരുന്നു. കണ്ണിൽ കനവ് എന്ന് പറഞ്ഞു നോക്കി. കണ്ണിൽ കനിവ്, കനിവ്, കണ്ണിൽ കനിവ്, കരളിൽ കനല്, കാലിൽ ചിറക്. 3 കാര്യങ്ങളാണ്. കണ്ണിൽ കനിവ് എന്ന് പറയാം. ഉറക്കെ പറഞ്ഞാൽ കണ്ണിൽ കനിവ്. ശബ്ദം പോരാ. കണ്ണിൽ കനിവ്, കരളിൽ കനല്, കാലിൽ ചിറക്. ശബ്ദം പോരാ. ഒന്ന് നല്ല ശബ്ദത്തിലൊന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഉദ്ഘാടനം നടത്താം. കണ്ണിൽ കനവ്, കനിവ്, കണ്ണിൽ കനിവ്. ഉറക്കെ. കണ്ണിൽ കനിവ്, കരളിൽ കനല്, കാലിൽ ചിറക്. ഇത് KCBC നൽകിയിട്ടുള്ള ഒരു ആപ്തവാക്യമാണ്. ഇത് കേരളത്തിലുള്ള എല്ലാ രൂപതകളിലുമുള്ള എല്ലാ രൂപതകളിലും കേരളത്തിലുള്ള എല്ലാ രൂപതകളിലും യുവജന വർഷമായിട്ട് 2024 വർഷം ആചരിക്കുകയാണ്. ധാരാളം പ്രോഗ്രാമുകൾ ഇന്ന് കേരളത്തിലെ പല ഇടവകളിൽ നടത്തപ്പെടുന്നുണ്ട്. അതിൻ്റെ ആപ്തവാക്യമാണിത്. കണ്ണിൽ കനിവ് എന്ന് പറഞ്ഞാൽ ഒരു കനിവിൻ്റെ ദർശനം ഉണ്ടാകണം എന്നുള്ളതാണ്. യേശുക്രിസ്തു മറ്റുള്ളവരെ കണ്ടത് ഒരു കനിവിൻ്റെ ദർശനത്തോടു കൂടിയാണ്. അപ്പോൾ യേശുവിൻ്റെ മിഴികളിലൂടെ മറ്റുള്ളവരെ ദർശിക്കാൻ കഴിയുക, കർത്താവിൻ്റെ കണ്ണുകളിലൂടെ മറ്റുള്ളവരെ ദർശിക്കാൻ കഴിയുക എന്നുള്ളതാണ് ഈ ഒരു കണ്ണിൽ കനിവുള്ളവരായിരിക്കുക എന്നുള്ളൊരു അർത്ഥവാക്യത്തിൻ്റെ ഒരു ദർശനം എന്ന് പറയുന്നത്. രണ്ടാമത്തത് കരളിൽ കനലുള്ളവരാണ്, തീയുള്ളവരായി തീരുക. യുവജനങ്ങൾ ഒരു തീയുള്ള വ്യക്തികളായിട്ട് മാറണം. ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നത് യുവജനങ്ങൾ ആണ് സഭയുടെ ഇന്ന് എന്നുള്ളതാണ്. സഭയുടെ നാളെ എന്നല്ല പറയുന്നത്, സഭയുടെ ഇന്ന് എന്ന് പറയുന്നത് യുവജനങ്ങളാണ്. അപ്പോൾ ഇന്ന് സഭയെ നയിക്കേണ്ടത് യുവജനങ്ങളാണ്. കത്തോലിക്ക സഭ യുവത്വമുള്ള സഭയാണ്. കത്തോലിക്ക സഭ യുവത്വമുള്ള സഭയാണ്. കത്തോലിക്ക സഭയ്ക്ക് യുവത്വമുള്ള സഭയാകണമെങ്കിൽ എവിടെ ഇരിക്കുന്ന യുവജനങ്ങൾ യുവത്വമുള്ളവരായിരിക്കണം. ധാരാളം ദൈവവിളികൾ ഉണ്ടാവണം. സഭയെ മുന്നോട്ട് നയിക്കുന്ന യുവത്വമുള്ള നല്ല വ്യക്തിത്വങ്ങളും ഉണ്ടാവണം. നമുക്കറിയാം, ഈ ജീസസ് യൂത്ത് എന്നുള്ള ഇന്ന് ഇന്റർനാഷണലായിട്ട് അറിയപ്പെടുന്ന ലോകത്ത് മുഴുവനും പല രാജ്യങ്ങളിലുമൊക്കെ സജീവമായി പ്രവർത്തിക്കുന്ന ജീസസ് യൂത്ത് ഉത്ഭവിച്ചത് കേരളത്തിൽ നിന്നാണ്. പരിശുദ്ധാത്മാവാണ് നയിച്ചത്.
ഇന്ന് ധാരാളം ബാൻഡുകൾ, വളരെ 5ഓളം ബാൻഡുകൾ, മലയാളികളുടെ 5ഓളം ബാൻഡുകൾ ഇന്ന് ഒത്തിരി ഇന്റർനാഷണൽ ബാൻഡുകൾ ഇന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഉത്ഭവിച്ചത് ജീസസ് യൂത്ത് എന്ന ഒരു സംഘടനയുടെ ഒരു ബേസിൽ നിന്നാണ്. അത് പരിശുദ്ധാത്മാവ് നയിച്ചതുകൊണ്ട് യുവത്വമുള്ള ഒരു സംഘടനയായിട്ട് ഒരു മാറി ഇന്ന് ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു സാഹചര്യം വളർന്നു വന്നിരിക്കുകയാണ്. മൂന്നാമത്തെ കാര്യം എന്താണ് പറഞ്ഞത്? കാലിൽ ചിറക്. ചിറക് എന്ന് പറഞ്ഞാൽ എന്താണ്? പറക്കാനുള്ളതാണ്. മനുഷ്യന് ചിറക് എന്ന് പറഞ്ഞാൽ എന്തിനാണ്? പറക്കാനുള്ളതാണ്. അപ്പോൾ നമ്മൾ ചിറകുള്ളവരായിരിക്കണം, പറക്കണം, സ്വപ്നങ്ങൾ ഉണ്ടാകണം, ദർശനങ്ങൾ ഉണ്ടാകണം, ഒരേ സഭയെ നയിക്കുന്ന വ്യക്തികളായി മാറണം, സംഘടനയെ നയിക്കുന്ന വ്യക്തികളായി തീരണം. ഇന്ന് പലപ്പോഴും പറയാറുണ്ട്, യുവജനങ്ങൾ വായനാശീലം വളരെ കുറവുള്ള ആളുകളാണ്, പുസ്തകങ്ങൾ ധാരാളം വായിക്കുന്നില്ല. ഇപ്പോൾ തീർച്ചയായിട്ടും ഓൺലൈൻ റീഡിങ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും പ്രിയമുള്ളവരെ, ഇന്ന് ഈ ഒരു യുവജന വർഷം നമ്മൾ ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഒരു തീരുമാനം നിങ്ങൾ എടുക്കണം. ധാരാളം പുസ്തകങ്ങളൊക്കെ ഒന്ന് വായിക്കുക എന്നുള്ളത്, പുതിയ പുസ്തകങ്ങൾ വായിക്കുക, ചിറകുള്ളവരായി തീരുക. നമ്മളിന്ന് നാടിനെ നയിക്കേണ്ടവരാണ്, സഭയെ നയിക്കേണ്ടവരാണ്, നാളെ വിവാഹം കഴിച്ച് കുടുംബങ്ങളെ നയിക്കേണ്ടവരാണ്. നല്ല സ്വപ്നങ്ങളും നല്ല ദർശനങ്ങളും നല്ല അറിവുള്ളവരുമായി ഈ കാലഘട്ടം നയിക്കേണ്ട വ്യക്തികൾ പുറകെ പോയിരിക്കുകയോ പിന്നോട്ട് വലിയുകയോ ഉൾവലിയുകയോ ചെയ്യാതെ മുന്നോട്ട് വരണമെന്നാണ് ഈ യുവജന വർഷം കൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഒരു കൊച്ചു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ സക്കേവൂസിന്റെ ജീവിതത്തിലെ ഒരു 2ാം അധ്യായം ഉണ്ടെന്നാണ് പറയുക. 2ാം അധ്യായം. അദ്ദേഹം എല്ലാം സംഭാവന ചെയ്തു. തൻ്റെ സ്വത്തൊക്കെ പാവപ്പെട്ടവർക്ക് കൊടുത്തു. എല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒന്നുമില്ലാത്തൊരവസ്ഥ വരികയാണ്. അദ്ദേഹം പട്ടിണിയായി, വീട്ടിലെങ്ങനെ ഇരിക്കുകയാണ്, ഒന്നുമില്ല. അപ്പൊ അദ്ദേഹം ദുഃഖിതനാണ്. ഇപ്പൊ ഭാര്യയും മക്കളൊക്കെ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ അദ്ദേഹം പുറത്തു പോകുന്നു. തിരിച്ചു വരുമ്പോൾ കൂടുതൽ ഉന്മേഷവതനായിട്ട് മാറുന്നുണ്ട്. പിന്നീട് ജീവിതം മുന്നോട്ട് പോകുന്നു. ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം ദുഃഖത്തിലാവുന്നു. പക്ഷെ അദ്ദേഹം എപ്പോഴോ ഇടയ്ക്കിടയ്ക്ക് പുറത്തു പോകുന്നു. അദ്ദേഹം തിരിച്ചു വരുമ്പോൾ വളരെ ഉന്മേഷവതനായിട്ട് മാറുന്നതായി കാണാറുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ മക്കൾക്കും ഭാര്യയ്ക്കും ഒക്കെ ഒരു ആകാംക്ഷയായി. ഇദ്ദേഹം തിരിച്ചു വരുമ്പോൾ വളരെ ഉന്മേഷവതനായിട്ട് വരുന്നുണ്ട്. എവിടേക്കാണ് ഇദ്ദേഹം പോകുന്നത്? പിന്നീട് അദ്ദേഹത്തിന്റെ മക്കള് പുറകെ പോയി അന്വേഷിച്ച് നോക്കാണ്, ഇദ്ദേഹം എവിടേക്കാണ് ഈ പോകുന്നത്? അദ്ദേഹം പോയിരുന്നത് എവിടേക്കാണ്? ആ സക്കേവൂസ് എന്ന മരത്തിന്റെ, സിക്കുമോർ മരത്തിന്റെ അരികിലാണ്. അദ്ദേഹം സിക്കുമോർ മരത്തിന്റെ അരികിൽ കുറെ നേരം ഇരിക്കും. അവിടെ വട്ടം ചുറ്റിയിരിക്കും, ആ മരത്തിൽ സ്പർശിക്കും. അങ്ങനെ വലിയ എനർജി ഉണർവോടുകൂടെ അദ്ദേഹം തിരിച്ചു വരികയാണ്. പ്രിയമുള്ളവരെ, ഇന്ന് സിക്കുമോർ മരം എന്ന് പറഞ്ഞത് യേശു ക്രിസ്തുവാണ്. ക്രിസ്തുവിന്റെ അരികിലേക്ക് വരിക, ക്രിസ്തുവിൽ നിന്ന് സന്തോഷവും സമാധാനവും പ്രത്യാശ സ്വീകരിക്കുക. എവിടെയൊക്കെ ഉണർവില്ലാതെ നമ്മൾ പോകുന്നുണ്ടോ അതിന് കാരണം നമ്മുടെ ജീവിതത്തിൽ ഈ സിക്കുമോർ മരത്തിൽ നിന്നും നമ്മൾ അകലുന്നു എന്നുള്ളത് കൊണ്ടാണ്. കുമ്പസാരം എന്ന ഉദാശയിലൂടെ, വിശുദ്ധ കുർബാന എന്ന ഉദാശയിലൂടെ, അനുദിന പ്രാർത്ഥനകളിലൂടെ കർത്താവിൻ്റെ അരികിലേക്ക് വരിക എന്നുള്ളതാണ് ഈ ഒരു യുവജന വർഷങ്ങൾ കൊണ്ട് കൂടുതൽ നമ്മൾ ആഗ്രഹിക്കുന്നത്, സ്വപ്നം കാണുന്നത്. അത്തരമൊരു അനുഗ്രഹം നമുക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ. ഈ ഒരു ഉണർവ് ഈ ഒരു വർഷകാലം മുഴുവനും തുടർന്നുണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ 2024 മുരിയാട് ഇടവകയിലെ യുവജന വർഷം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. നന്ദി. പ്രത്യേകം നന്ദി. ഇന്ന് ഏറെ തിരക്കുള്ള ദിവസമാണ്. അച്ഛന് ഒരുപാട് ഇടവകളിലേക്ക് അച്ഛന് ഈ ഉദ്ഘാടന പരിപാടികൾക്ക് വേണ്ടി തന്നെ പോയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഈ അടുത്ത ദിവസം മാത്രമാണ് ഞാൻ അച്ഛനെ ക്ഷണിച്ചത് നമ്മുടെ ഇടവകയിലേക്ക് വരാനും ഈ ഇടവകയിൽ 2024 വർഷത്തെ യുവജന പരിപാടികൾ ഉദ്ഘാടനം ചെയ്യാനും അച്ഛൻ കാണിച്ച നല്ല മനസ്സിന് ഇടവകയുടെ പേരിൽ പ്രത്യേകം തീർച്ചയായും നന്ദി പറയുന്നു. അച്ഛൻ്റെ കൂടെ ഒരു സുഹൃത്തും കൂടി ഉണ്ടെന്ന് എനിക്കറിയാം, ജേക്കബിനെ പ്രത്യേകം ഓർക്കുന്നു, നന്ദി പറയും. അച്ഛനെ ഒരുമിച്ചാണ് വന്നതെന്ന് ഞാൻ മനസ്സിലാക്കി. സമയം കൊണ്ട് നിരീപിക്കാതിരിക്കാൻ വേണ്ടി ശ്രീ നന്ദുജിയോട് ഞാൻ ക്ലാസ്സിനായിട്ട് ക്ഷണിക്കുകയാണ്. നന്ദുജിയോട് ഒരു വ്യക്തിയെ ഒരു സംഭവമാണ്. ഇത് നന്ദുജിയോട് തന്നെ പറയുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ജനിച്ചത് വിശ്വാസത്തിലായതുകൊണ്ട് നമുക്ക് നമ്മുടെ വിശ്വാസത്തെ കുറിച്ച് മതിപ്പില്ല. പക്ഷെ ജനിച്ചതിന് ശേഷം പിന്നീട് ഈശോയെ കണ്ടുമുട്ടുക എന്ന് പറയുന്നത് നേരത്തെ സക്കേവൂസിന്റെ കാര്യം സൂചിപ്പിച്ചതുപോലെ അതൊരു വലിയ അനുഭവമാണ്. അതിൽ ആനന്ദം കൊണ്ട് ജീവിക്കുക എന്ന് പറയുന്ന ഒരു ജീവിതാവസ്ഥയാണ് ശ്രീ നന്ദുജോണിനുള്ളത്. നേരത്തെ അദ്ദേഹത്തിന്റെ ക്ലാസ്സുകൾ കേട്ടിട്ടില്ല, പക്ഷെ പലരും അത് വളരെ വളരെ ചിന്തോദ്ദീപകവും നമ്മളെ
സ്പർശിക്കുന്നതുമാണ് എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഏതാനും സമയത്തേക്ക് വേണ്ടി മാത്രം നന്ദുജോണി ഞാൻ ക്ഷണിച്ചത്. നമ്മുടെ ക്ഷണം സ്വീകരിച്ചു വന്ന ശ്രീ നന്ദുജോണിനെ ദൈവനാമത്തിൽ നമ്മുടെ ഇടവകയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. സ്നേഹമുള്ളവരെ, പെൺകുട്ടികൾക്ക് കുറച്ച് കയറിയിരിക്കാം, ആൺകുട്ടികൾക്ക് അതുപോലെ കയറിയിരിക്കാം. അങ്ങനെ അകന്നിരിക്കേണ്ട കാര്യമില്ല. കുറച്ചുകൂടെ അടുത്തേക്ക് നിങ്ങൾക്ക് വരാം. പുറകിലിരിക്കുന്നവരൊക്കെ ഒന്ന് അടുത്തേക്ക് വന്നാൽ നല്ലതാണ്. പുറകിലെ 1, 2, 3 ബെഞ്ചുകാരെ എഴുന്നേറ്റാൽ മതി. അപ്പോൾ എല്ലാവർക്കും എഴുന്നേൽക്കേണ്ടതില്ല. ഒരു വിവാഹ ആഘോഷത്തിന് നമ്മൾ പോകുമ്പോൾ നമ്മൾ അവിടെ ഇവിടെ ചെന്നിരുമ്പോൾ യേശുവിനെ പരിചയപ്പെടുത്തി. എൻ്റെ പേര് നന്ദു ജോൺ എന്നാണ്. നന്ദൻ എന്നായിരുന്നു സത്യത്തിൽ പേര്. ഞാൻ ക്രിസ്തീയ വിശ്വാസത്തിലുള്ള ആളായിരുന്നില്ല. ഒരു ഹൈന്ദവ കുടുംബത്തിൽ ജനിച്ചു വന്ന ആളായിരുന്നു. എൻ്റെ വീട് പുളിങ്കര എന്ന് പറയുന്ന സ്ഥലത്താണ്. ഞങ്ങളുടെ അച്ഛൻ ജിജി കുന്നേൽ എന്ന് പറയുന്ന അച്ഛനാണ്. നിങ്ങളുടെ ഈ പരിസരത്തൊക്കെ ഇരുന്ന അച്ഛനാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ തികച്ചും ഹൈന്ദവ പശ്ചാത്തലത്തിൽ നിന്ന് ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് ചുവടുവയ്ക്കാനുള്ള ഒരു കാര്യം ഞാൻ എൻ്റെ ആദ്യമേ തന്നെ നിങ്ങളോട് സൂചിപ്പിക്കുന്നു. നമ്മുടെ എല്ലാ പള്ളികളിലും എല്ലാ വർഷവും ഓരോ ധ്യാനം ഉണ്ടാകാറുണ്ട്. ഞങ്ങളുടെ പള്ളിയിൽ ഞാൻ താഴ്ന്ന ക്ലാസ്സിൽ പഠിക്കുമ്പോൾ 9th പഠിക്കുമ്പോൾ ഉണ്ടായ ഒരു ധ്യാനമാണ് പോപ്പുലർ മിഷൻ ധ്യാനം. പോപ്പുലർ മിഷൻ ധ്യാനത്തിൻ്റെ പ്രത്യേകത, ഒരു പ്രാവശ്യം ആ ധ്യാനം ഉണ്ടായാലും പിന്നെ 15 or 16 വർഷങ്ങൾക്ക് ശേഷമാണ് അങ്ങനൊരു ധ്യാനം ഉണ്ടാകുന്നത്. മാത്രമല്ല അത് പള്ളിയിലല്ല ഉണ്ടാകുന്നത്. ഇടവക 4 or 5 ആയിട്ട് ഡിവൈഡ് ചെയ്ത് പല സ്ഥലങ്ങളിൽ ഒരേ സമയം ധ്യാനം. അങ്ങനെ എൻ്റെ വീടിനടുത്തുള്ള ഒരു ക്രിസ്തീയ ഭവനത്തിൻ്റെ മുറ്റത്ത് വെച്ചാണ് ധ്യാനം ഉണ്ടായത്. സുവിശേഷ പ്രസംഗമൊക്കെ എനിക്ക് നന്നായിട്ട് കേൾക്കാമായിരുന്നു. സുവിശേഷ പ്രസംഗമാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പ്രസംഗം കേൾക്കുന്നത് നല്ല പാട്ടുകൾ കേൾക്കാമായിരുന്നു. വീട്ടിലിരുന്ന് ഞാനത് ശ്രദ്ധിച്ചു. എൻ്റെ അച്ഛനൊരു പട്ടാളക്കാരനായിരുന്നു. പട്ടാളച്ചക്കരയൊക്കെ ഉണ്ടായിരുന്നില്ല. അച്ഛൻ എന്നോട് പറഞ്ഞു, അത് യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് പഠിപ്പിക്കുന്നത്. നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അവിടെ പോയി കേൾക്കാം. യേശു ക്രിസ്തു ക്രൈസ്തവരുടെ സ്വകാര്യ ശുദ്ധല്ല, വേണമെങ്കിൽ പോയിക്കോണം പറഞ്ഞു. എൻ്റെ ക്രൈസ്തവരായ കൂട്ടുകാർ ധാരാളമുണ്ട്. അവരോട് കൂടെ ഞാൻ ഈ പോപ്പുലർ മിഷൻ ധ്യാനം നടക്കുന്ന വീടിൻ്റെ മുറ്റത്തേക്ക് പോയി. പോകുമ്പോൾ എൻ്റെ അച്ഛൻ പറഞ്ഞു, അങ്ങനെ ഒരു നോട്ട്ബുക്കും പേരിട്ടുള്ള നല്ല കാര്യങ്ങളാണ് എഴുതിയിരിക്കുന്നത് പറഞ്ഞു. എൻ്റെ അച്ഛനാണ് പഠിപ്പിച്ചത്. ഇങ്ങനെ ഉള്ള ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ പോകുമ്പോൾ ഒരു പേര് ഒരു നോട്ട്ബുക്കും കയ്യിൽ വെച്ചാൽ കൊള്ളാം എൻ്റെ അച്ഛനാണ് പറഞ്ഞത്. അങ്ങനെ അവിടെ പോയി. അവിടുത്തെ രാവിലെ തന്നെയാണ് അവിടെ ക്ലാസ്സുകൾ. അതിനുശേഷം സ്കൂളിൽ പോകാം, കോളേജിൽ പോകുന്നവർക്ക് പോകാം, ജോലിക്ക് പോകുന്നവർക്ക് പോകാം. പിന്നെ വൈകുന്നേരം 5 മണിക്കുള്ളിൽ ക്ലാസ് ആരംഭിക്കും. അതിൽ ഞാൻ പങ്കെടുത്തു. എനിക്ക് വീട്ടിൽ നിന്ന് അനുഭവം ഉണ്ടായി. കാരണം ഞങ്ങളുടെ ആയിരുന്നു നാട്ടിലെ അമ്പലം. ഞങ്ങളുടെ അമ്പലത്തിൻ്റെ താക്കോൽ എപ്പോഴും എൻ്റെ വീട്ടിലായിരുന്നു. ആളുകൾ നിന്ന് അമ്പലത്തിൽ പോകുന്നതിന് താക്കോൽ എൻ്റെ വീട്ടിലെടുത്തുള്ളൂ. അപ്പോൾ അമ്പലവാസിയായ ഞങ്ങൾ, പ്രത്യേകിച്ച് അമ്പലമൊക്കെ പഠിച്ചിരിക്കുന്നത് ഞങ്ങളാണ്. ഞങ്ങൾ ആ വീട്ടിൽ നിന്ന് ഒരാൾ ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് ചുവടുവയ്ക്കുവാൻ അച്ഛൻ തന്നെ പറയുന്നത്. അച്ഛൻ തന്നെ പറയുമ്പോൾ ചരിത്രത്തിൽ ഞാനിങ്ങനെ ഈ വിശ്വാസത്തിലേക്ക് ആഴപ്പെടുന്നു ചിന്തിച്ച് കാണില്ല. കുട്ടികളുടെ കൂടെ അച്ഛനോ പോയിക്കൊണ്ടേ കരുതാം. എന്താണെങ്കിലും 5 ദിവസത്തെ ധ്യാനം കഴിയുമ്പോൾ അവിടെ പങ്കെടുക്കാൻ ഒരു സെമിനാരി സ്കൂളിൽ ഒരു പുതിയ നിയമം ബൈബിൾ പറഞ്ഞു. എന്നോട് പറഞ്ഞു, ഈ ബൈബിൾ എല്ലാ ദിവസവും വായിക്കണം എന്ന് പറഞ്ഞു. ഞാൻ ആ ബൈബിൾ വായിക്കാൻ ശ്രമിച്ചു. പക്ഷെ ബൈബിൾ തുറക്കുമ്പോൾ വേറൊരു പുസ്തകം വായിക്കുമ്പോൾ ഓർമ്മ വേദപുസ്തകം ഓർമ്മ. പിന്നെ കാര്യമായിട്ടൊന്നും വായിച്ചിട്ട് മനസ്സിലാകുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ വീടിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ഒരു ക്രൈസ്തവ ഭവനം, അവർ കത്തോലിക്കരല്ല, യാക്കോബായ സഭയിൽപ്പെട്ടവരാണ്. അപ്പോൾ എനിക്ക് പരിചയമുള്ള റീന ചേച്ചി, റോയ് ചേട്ടനൊക്കെ ഉണ്ടെങ്കിലും റീന ചേച്ചി നിങ്ങളുടെ ബൈബിൾ കാണുകയുള്ളൂ. റീന ചേച്ചി ഇപ്പോൾ അമേരിക്കയിലാണ്, നേഴ്സായി അമേരിക്കയിൽ പോയി ഒരു കുഞ്ഞുണ്ട്. അവിടെ ഭർത്താവൊക്കെ ആയിട്ട് സന്തോഷമായിട്ട് ജീവിക്കുന്നു. റീന ചേച്ചിയുടെ ബൈബിളൊക്കെ കാണിച്ചു എന്നോട് പറഞ്ഞു, ഇതാണ് ഞങ്ങളുടെ ബൈബിൾ. ഞാൻ പേജുകളൊക്കെ നോക്കി, നല്ല കട്ടി കുറവുള്ള നല്ല ക്വാളിറ്റി ഉള്ള ബൈബിൾ. ഞാൻ നമ്മുടെ ബൈബിൾ നോക്കി, ഒരു ക്വാളിറ്റി ഇല്ലാത്ത ബൈബിൾ. നമ്മുടെ ബൈബിൾ
അത് ഞാൻ എൻ്റെ ആദ്യ ഭാഗത്തുള്ള അവസരങ്ങളിൽ എനിക്ക് മനസ്സിലായി. അതിൽ 66 പുസ്തകങ്ങളുള്ളതാണ്. POC ബൈബിളിൽ 73 പുസ്തകങ്ങളുണ്ട്. അതാണ് എനിക്ക് ആദ്യമുണ്ടായ സംശയം. എപ്പോഴും സംശയമുണ്ടാകുന്നത് ഒരു കാര്യം അടുത്തറിയാൻ ശ്രമിക്കുമ്പോഴാണ്. വായിക്കുന്നവർക്ക് എപ്പോഴും സംശയമുണ്ടാകും. കാരണം വായിക്കുമ്പോൾ മനുഷ്യൻ ചിന്തിക്കാൻ പറ്റും. ചിന്തിക്കുമ്പോൾ ചോദ്യങ്ങൾ വരും. ചോദ്യങ്ങൾ സത്യത്തിലേക്ക് നയിക്കുന്നു. ചിലർ ചോദ്യങ്ങളിൽ തന്നെ വരും. ഈശ്വര വിശ്വാസമില്ലാത്ത ആളുകൾ എന്താണ് ആദ്യം സംശയിക്കും, ദൈവമുണ്ടോ എന്ന്. പിന്നെ ആ സംശയിക്കുന്നത് അവർ വിശ്വസിക്കുന്നത്. അല്ലാതെ സത്യം അന്വേഷിച്ചതിലേക്ക് പോകുന്നില്ല, മുന്നോട്ട് പോകുന്നില്ല. ഏതാണെങ്കിലും എനിക്കൊരു സംശയം വന്നു. ബൈബിളിൽ ലഘുവായ സംഭവിക്കുന്നത് 66 പുസ്തകങ്ങൾ, ലഭിക്കുന്ന ബൈബിൾ 73 പുസ്തകങ്ങൾ. ആരുടെ സംശയപ്പെടുന്നു? ഞാൻ എൻ്റെ കൂട്ടുകാരോട് ചോദിച്ചു. അവർക്കൊന്നും പറയാൻ അറിഞ്ഞുകൊണ്ടൊന്നും മാത്രമല്ല, അവർക്കൊന്നും അറിഞ്ഞു. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന, 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന അന്നത്തെ പോപ്പുലർ വിശ്വവിദ്യാലയത്തിൽ പോയപ്പോൾ കുർബാന സ്വീകരിക്കാൻ ഞാൻ പോയതാണ്. ഒരു അപ്പം കൊടുക്കുന്നുണ്ട്, കലങ്ങുന്ന കൊടുക്കുന്ന അച്ഛനെന്നോ പറഞ്ഞു അപ്പം കൊടുക്കുന്നു. അതെനിക്ക് കിട്ടുന്നത് ഞാൻ വരിയിൽ നിന്നാണ്. എൻ്റെ കൂട്ടുകാരൻ്റെ കയ്യിൽ നിന്ന് എന്നെ വിളിച്ചു പാറയുടെ സൈഡിൽ വിട്ടതാണ് യാത്ര പറഞ്ഞു. അവരെന്നെ വിളിച്ചു. ഞാൻ ആംഗ്യ ഭാഷ കാണിച്ചു. ഞാൻ തിന്നിട്ട് വരാമെന്ന് പറഞ്ഞു. തിന്നാൻ പാടില്ലല്ലോ. ഞാൻ വിവരത്തിലേക്ക് അവിടെ ചെന്ന് അവിടെ എടുത്ത് ചെന്നാലും ക്യൂ നീങ്ങുന്നതാണ്. വീണ്ടും വന്ന് നിൽക്കാമെന്ന് കരുതി. അവിടെ ചെന്ന് പറഞ്ഞു, മാമോഡിസ് സ്വീകരിച്ചിട്ടുണ്ട്. ഇല്ല, മാമോഡിസ് സ്വീകരിക്കാൻ പറഞ്ഞത് തരില്ല. ഞാൻ പറഞ്ഞു, സ്നേഹത്തിൽ എൻ്റെ വീട്ടിൽ നിന്ന് വട്ടയപ്പം കൊണ്ടുവന്നല്ലോ, അതൊക്കെ വെട്ടി പിടിക്കുമല്ലോ, ഇത് എനിക്ക് തയ്യാറേക്ക് ചോദിച്ചു. അവൻ പറഞ്ഞു, വട്ടയപ്പം വേണ്ടത് കുർബാനയാണ്. ചോദിച്ചു, എന്താണ് കുർബാന എന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു, കുർബാന എന്ന് പറഞ്ഞാൽ കുറേ പ്രാർത്ഥന കൂടിയിട്ടുള്ള സാധനമാണ് കുർബാന. അതാണ് 9ാം ക്ലാസ്സാണ് ഡെഫിനിഷൻ കുർബാനയെ കുറിച്ച്. എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്ന ചേച്ചിയെ നോക്കി സുലോചന ചേച്ചി ചോദിച്ചു, നിങ്ങൾ എങ്ങനെ ലാസ്റ്റ് പള്ളിയിൽ പോകണം? അയ്യോ സുലോചന ചേച്ചി, ഞാൻ കുർബാന എന്താണ് ചേച്ചിയുടെ പറയുന്നത്? കുർബാന എന്ന് പറഞ്ഞാൽ ഭയങ്കര അച്ഛൻ ചൊല്ലുമ്പോഴുണ്ടല്ലോ ഭയങ്കര ഞങ്ങൾ സ്വീകരിക്കുമ്പോൾ ഭയങ്കര ചേച്ചിയുടെ പറയുന്നത്. എന്തൊക്കെയാണെങ്കിലും ആ കുട്ടിയോട് കൂട്ടുകാരനോട് ഞാൻ വിശദമായിട്ട് ചോദിച്ചാൽ അതൊന്നും നടന്നുകൊണ്ടാണ് മനസ്സിലായത്. ആരോട് ചോദിക്കും? പള്ളിയിൽ അച്ഛനൊക്കെ പോകും. ഒരു പള്ളിയുണ്ട് നമ്മുടെ മാളയുള്ള പള്ളി, സ്റ്റെനിസ്ലാവോസ് കോസ്റ്റാ എന്നാണ് വിഷയത്തിൻ്റെ പേര്. വെറുതെയുള്ള ആളുകളൊക്കെ പറഞ്ഞ പല ആളുകളും സ്റ്റെനിസ്ലാവോസ് കോസ്റ്റാ. കോസ്റ്റാ കുടുംബത്തിൻ്റെ പേരാണ്. നല്ലൊരു സ്റ്റേറ്റാണ് സ്റ്റെനിസ്ലാവോസ്. സ്റ്റെനിസ്ലാവോസ് ഈ പണം ഒരു കുട്ടിയായിരുന്നു. അതുകൊണ്ടാണ് വീട്ടിൽ വിരുന്നുകൾ നടക്കുമ്പോൾ അവരുടെ അമ്മ പറയും, വിരുന്നാഘോഷിക്കാൻ വരുന്നത് ഇവിടെ നിന്ന് മീൻ വിളിച്ച് ലഹരി പിടിക്കുന്നുണ്ടോ, കൊള്ളില്ലാത്ത വാക്കുകൾ പറഞ്ഞാൽ കുട്ടി ബോധപ്പെട്ട് വീഴും. അങ്ങനെ വിശ്വനായിരുന്നു സ്റ്റെനിസ്ലാവോസ്. അഴുക്ക് വാക്കുകൊണ്ടാൽ ബോധം വിശ്വം. ഞാൻ നോക്കാണ് നമ്മുടെ അവസ്ഥയിൽ. നമ്മുടെ വീടിൻ്റെ അടുത്ത് തീർപ്പാട്ട് കേൾക്കണം. നമ്മൾ സാധാരണ ജനങ്ങൾ അടങ്ങിയോ ലൈറ്റെല്ലാം കെട്ടി മതിലിൻ്റെ അടുത്ത് ഉപയോഗിക്കുമ്പോൾ ഈ കഴിക്കും നമുക്ക് കേൾക്കുമ്പോഴാണ് സാധനം. സ്റ്റെനിസ്ലാവോസിൻ്റെ അവസ്ഥ ഞാൻ സൂചിപ്പിച്ചു വരുന്നത്, ഈ സ്റ്റെനിസ്ലാവോസിന്റെ അച്ഛൻ്റെ പൈസ ഞങ്ങളുടെ കഥയിൽ ആ കാലഘട്ടം ഉണ്ടായിരുന്നു. ഞാൻ അച്ഛൻ്റെ അടുത്തേക്ക് ചോദിച്ചു, അച്ഛൻ ഏതാണെന്ന് ചോദിച്ചു. എൻ്റെ പേര് പറഞ്ഞാൽ പരിചയപ്പെടുത്തി. അച്ഛനാണ് ഉണ്ടായിരിക്കുന്നത്. ഞാൻ അച്ഛനോട് ചോദിച്ചു, അച്ഛൻ ഈ ആത്മവായക്കാരുടെ ബൈബിളിൽ 66 പുസ്തകങ്ങളും കത്തോലിക്കൻ്റെ ബൈബിളിൽ 73 പുസ്തകങ്ങളാണല്ലോ, എന്തായാലും വ്യത്യാസം ചോദിച്ചു. ജനലിൽ തുറന്നിട്ടേ കഴിയും. ജനലിലൂടെ ദൂരേക്ക് നോക്കി എൻ്റെ മുഖത്ത് നോക്കാതെ അച്ഛൻ പറഞ്ഞു, അത് കുറേ പഠിക്കാൻ അങ്ങനെ വാക്ക് പറഞ്ഞു. ഇത് കൂട്ടിച്ചേർത്ത് കൂടുതലുള്ള പുസ്തകങ്ങൾ അപ്പോക്രിഫൽ ബുക്സ് പറഞ്ഞു. ഇത് പറഞ്ഞ മനസ്സിലാവില്ല, പഠിക്കാനുണ്ടല്ലോ. അപ്പം ഞാൻ അച്ഛനോട് ചോദിക്കാൻ ഭാഷ, ഞാനിവിടെ കാറ്റഗറിസം പഠിക്കാൻ വന്നിട്ട് 9ാം ക്ലാസ് ചോദിച്ചാൽ മാമോദിസത്തിലേക്ക് വരാൻ പറഞ്ഞത് വാക്ക് പറയണ്ട. അച്ഛൻ പറഞ്ഞ 2 കാര്യങ്ങൾ പറഞ്ഞു, വിലപ്പോഴൊക്കെ വരുന്നുണ്ടോന്ന് പറഞ്ഞു. പള്ളികളുടെ ഇറങ്ങി പള്ളിയുടെ മുൻവശത്ത് വന്ന് ആനവാദങ്ങളുടെ സൈഡിലുള്ള ജനങ്ങളുടെ പള്ളിക്കാലത്തേക്ക് ആദ്യമായിട്ടാണ് പള്ളിയുടെ ഉൾവശമാണ് കുരിശിലാണ് ഭാഷണം ചെയ്യുന്നത്. ചോര എല്ലാം കൊടുക്കുന്ന വീട്ടിൽ കരുത അടിച്ചു ചെയ്യുന്നു. അല്ലാതെ ഭയപ്പെടുന്നു. ഇത് അറിവിലേക്ക് പ്രാർത്ഥിക്കുന്നു. ഇത് ഭീകരമാണ്. പിന്നെ ഈ പള്ളിയുടെ അകത്തുകാരാൻ പേടിയാണ്. എന്നും ക്ലാസ് പോകുമ്പോൾ ആ ജനങ്ങളുടെ നോക്കിപ്പോകും. ഇത് പ്രാർത്ഥിക്കുന്നു. ഇതാണ് അവരുടെ ദൈവം ചിന്തിച്ചത്. നാളെ ചോദ്യത്തിന് ഉത്തരം കിട്ടിയില്ല. ചോദ്യത്തിന് ഉത്തരം കിട്ടാൻ വേണ്ടി കാറ്റഗറിസം പുസ്തകങ്ങളെ കിട്ടുന്ന അന്വേഷിച്ചു.
അവിടെ വിദ്യാഭ്യാസം പോകുന്ന സ്ഥലമുണ്ട്, അവിടെ കാറ്റഗറിസ് ടെക്സ്റ്റ് കിട്ടുന്നു. അങ്ങനെ ഞാൻ അവിടെ പോയി 12ാം ക്ലാസ് വരെ കാറ്റഗറിസ് ടെക്സ്റ്റ് കാശ് കൊടുക്കുന്നതാണ്. എൻ്റെ വീട്ടിൽ നിന്ന് വായിക്കുന്നത് ഒരു 5ാം ക്ലാസ് വരെ ഏറെക്കുറെ മനസ്സിലാവും. അത് കഴിഞ്ഞാൽ പിന്നെ പുസ്തകങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത് ചില പെരുന്നാൾ, ക്രിസ്തുമ പെരുന്നാൾ, കുളിപ്പില്ലാത്ത പെരുന്നാൾ, അതുപോലെ ആദ്യഫലക്കട്ടിയുടെ പെരുന്നാൾ, ആഴ്ചകളുടെ പെരുന്നാൾ, കൂടാര പെരുന്നാൾ, ആരും വ്യാഖ്യാനിച്ചത് ആരും മനസ്സിലാക്കിയത് കൂട്ടു പെരുന്നാൾ, 50 പെരുന്നാൾ മനസ്സിലാവുന്നുണ്ട്. ഇതിന് പ്രത്യേകിച്ച് മനസ്സിലാവും. പക്ഷേ കൂടാര പെരുന്നാൾ എന്ന് പറയാൻ പറ്റും, മനസ്സിലാക്കുന്ന ആ ജീവിനെ മൂന്നാമത് അപ്പൊ അതുകൊണ്ട് അവിടെയാണ് നമുക്ക് സംഗതികൾ മനസ്സിലാക്കാത്തത്. ഇവിടെ മനസ്സിലായി ഇവരുടെ ആളുകൾ മാത്രമേ പറയാൻ പറ്റൂ. അല്ലാത്തവർക്ക് ഇവിടെ സഖേവൂസ്, കുതിരവണ്ടി, കൊടുക്കാനായ ആ 4 അധ്യായത്തിന്റെ ജീവിതം എനിക്ക് മനസ്സിലായി. അപ്പോൾ ആർക്കാണ് പങ്കു തരാൻ കഴിയുക? അപ്പോൾ മനസ്സിലായി ബൈബിളിന്റെ ആദ്യ ഭാഗത്ത് കുറേ വൈദികരുടെ ഡോക്ടറേറ്റുള്ള വൈദികരുടെ പേരുകളുണ്ട്. അങ്ങനെ അച്ഛനെ ഞാൻ വിളിച്ചു. ആ അച്ഛൻ ബൈബിൾ പഠിപ്പിക്കുന്നുണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ പഠിപ്പിക്കുന്നത് കാലടിവാണ്. കാലടി സമീഷ എന്ന് പറഞ്ഞൊരു സ്ഥാപനമാണ്. അവിടെ സെബാസ്റ്റ്യൻ പൈനാണ് അദ്ദേഹത്തിൻ്റെ പേരൊക്കെ ബൈബിളിന്റെ ആദ്യ ഭാഗത്ത് എഴുതിച്ചു. ഞാൻ അവിടെ ചെന്നപ്പോൾ അവിടെ തിയോളജി പഠിപ്പിക്കും, പ്രത്യേകിച്ച് ബൈബിൾ, അതുപോലെ തന്നെ സഭയുടെ പ്രബോധനമായ വത്തിക്കാൻ കൗൺസിലെ 16 ഡിഗ്രികൾ പഠിപ്പിക്കും, അതുപോലെ CCC കാറ്റഗറീസ് ഓഫ് ദി കാത്തലിക് ചർച്ച് ഇങ്ങനെയുള്ള ടീച്ചിങ്സ് അവിടെ പഠിപ്പിക്കും. ഞാൻ അവിടെ ചെന്നു. ഞാൻ ഞാൻ ഹിന്ദു സമുദായത്തിൽ ജനിച്ചു കൊണ്ടുവന്നതാണ്. ഈ ബൈബിൾ പഠിക്കാനാണ് എന്നെ പഠിപ്പിക്കുകയുള്ളൂ. അതിനാണ് എത്ര വയസ്സായി ചോദിച്ചു. ഞാൻ പറഞ്ഞു അന്ന് 20 വയസ്സാണ്. 20 വയസ്സായിട്ട് 20 വയസ്സിൽ 60 വയസ്സായി തോന്നുന്നതാണ്. എല്ലാ പഠിക്കാൻ 30 വയസ്സോടെ ജീവിച്ചിരിക്കുന്നു. കുട്ടികളെയല്ല, അവിടെ റിട്ടയർമെന്റിലുള്ള ആളുകളുണ്ട്, വക്കീൽമാരുണ്ട്, പോലീസുകാരുണ്ട്, ടീച്ചേഴ്സ് വരുന്നുണ്ട്. ആ പ്രായമായിട്ടുള്ള ഞാൻ ഹിന്ദുവായിരുന്നു. വേറെ ആ പണ്ഡിതന്മാരാണ് അവിടെ ചെന്ന് അച്ഛനോട് പറഞ്ഞു. ഞാൻ ബൈബിൾ പഠിക്കുന്നു, വേറെ പഠിക്കുകയും അച്ഛൻ പറഞ്ഞു കല്യാണത്തെ പറഞ്ഞു 60 വയസ്സിൽ അവിടെ ചോദിക്കുമ്പോൾ 3 അച്ഛന്മാരോട് ചോദിച്ചു. 3 ആളെ ദൂരെ സെമിനാരിയുടെ അസംബ്ലി എഴുതിക്കൊടുക്കണം. ഞാൻ പഠിപ്പിക്കുവാക്കി പഠിക്കാൻ സംഘടനയോടെ പറഞ്ഞാൽ തിരിഞ്ഞ് കൈകാര്യം വെച്ചിട്ട് പറഞ്ഞു. കലാപന്മാരെ പഠിപ്പിച്ചിട്ട് വിചാരി ചോരയിലേക്ക് പഠിക്കും. ഞാൻ പോകുമ്പോൾ പറയാതെ ചെയ്യാം. അത് പറഞ്ഞപ്പോൾ അച്ഛൻ കൈയടിച്ച് പഠിച്ചു. വളരെ അസംബ്ലി അങ്ങനെയാണ് അസംബ്ലി. അങ്ങനെ പറഞ്ഞു മാത്രം അസംബ്ലി. അങ്ങനെ 2 വർഷം ഞാൻ അവിടെ ഇരുന്നു. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ആദ്യ പാഠങ്ങളാണ് നിങ്ങൾക്ക് മനസ്സിലാക്കുന്നത്. അതൊന്നും ആയില്ലാന്ന് എനിക്ക് മനസ്സിലായി. കലാം സാർ പറയുന്നത് പോലെ ഏത് വിഷയം നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുന്ന ഏത് വിഷയവും ഒരു ദിവസം 2 മണിക്കൂർ വെച്ച് സ്പെൻഡ് ചെയ്താൽ ആ വിഷയത്തിൽ ഡോക്ടറേറ്റ് എന്നാണ് നിങ്ങൾ പ്രവചിച്ചത്. യാതൊരു ഡോക്ടറില്ല. ഡോക്ടറിനൊന്നും പകരമിട്ടാവുന്ന ഏത് വിഷയവും ഏത് വിഷയവും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് വിഷയവും 2 മണിക്കൂർ വെച്ച് ആ വിഷയത്തിന്റെ മുന്നിൽ സമർപ്പണം വന്നേക്കാമോ? ആ വിഷയത്തിൽ ഡോക്ടറേറ്റ് നേടിയ ആളുകൾ നിങ്ങൾ പ്രവചിച്ചു. ധാരാളം ക്രൈസ്തവരെ കുറിച്ച് അജ്ഞതയാണ്, ഇഗ്നറൻസ്, അജ്ഞത. ഹിന്ദുക്കളുടെ പുസ്തകമാണ് ഗീത. ഭഗവത്ഗീത ചിന്താനത്തിൽ ലേഖനിക്കുമെന്ന് പറയും. ഒരു കുട്ടി രാവിലെ നടന്നു പോകണം, കടയിലേക്ക് പോകണം. ലൈറ്റുകളൊന്നുമില്ല, ലൈറ്റുകൾ കാണുന്നില്ല, കാണുന്നില്ല. പെട്ടെന്ന് കാലിൽ ഉദ്ദേശിച്ചു അവൻ കാലിൽ പോയി അങ്ങനെ കരഞ്ഞോടെ ചാടുകൾ ഓടി ടോർച്ചടിച്ചു ഉണ്ടാവും. പാപ്പാന്നൊക്കെ എപ്പോഴാണ് അജ്ഞതമാരെ വെളിച്ചപ്പോൾ മനസ്സിലായി. പാമ്പല്ല കയറാണെന്ന് മനസ്സിലായി. ഇതുപോലെ ഓരോ കാര്യങ്ങളും വെളിച്ചം
തോന്നില്ലാതെ ഒരു സമാധാനം ഉണ്ടായിരുന്നു. കാരണം അദ്ദേഹം മാണിയുടെ വിവാഹം കഴിച്ചിട്ട് 700 ഭാര്യമാരും 300 വെപ്പാട്ടികൾ എന്നാണ് രാജാക്കന്മാരുടെ ഒന്നാം ദിവസം പറയുന്നത്. എന്നിട്ട് മാർക്കിനോട് പറഞ്ഞു, നന്നായിട്ട് പ്രാർത്ഥിക്കണം, സ്വർണ്ണനെ പോലെയാവണം. അങ്ങനെ കുട്ടിയൊന്നും ഞാനില്ല പ്രാർത്ഥിച്ചു. അങ്ങനെ ഒരു ദിവസം ബൈബിൾ നോക്കുമ്പോൾ മഹാനായ സോളമനെ കുറിച്ച് എഴുതിയിരിക്കുന്നു. രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം 15 ആദ്യഭാഗത്ത് സോളമന് പിന്നെ രാജസ്ഥാനിലുള്ള 700 ഭാര്യമാരും 300 ഉപകാരികൾ കണ്ടുകൊണ്ടുപോയി. അമ്മയുടെ അടുത്ത് മമ്മി ഇയാളെ കുറിച്ചാണ് ഞാനിലേക്ക് ആളുകളുടെ മമ്മി അപ്പോഴാണ് കാണുന്നത് പുസ്തകത്തെ എഴുതിയിരിക്കുന്നത് കിട്ടിയിരിക്കുന്നു പറയുന്നത്. അതും പിന്നെ എന്താണ് ജാതിയായിട്ടുള്ള ആളുകളെ കല്യാണം കഴിച്ചിരിക്കുന്നത്. അസ്ഥാനത്തെ ആരാധിക്കുന്നവർ, മോളയ്ക്ക് ആരാധിക്കുന്നവർ, ബാലിനെ ആരാധിക്കുന്നവർ, നീള ദൈവങ്ങളെ. മോളയ്ക്ക് എന്ന് പറഞ്ഞാൽ വിളിച്ചാൽ മനസ്സിലാവുള്ളൂ. മോളയ്ക്ക് എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ രൂപത്തിലുള്ള സ്റ്റാച്ചുവാണ്. കൈ ഇങ്ങനെ മലർന്നിരിക്കും. അതിന് ഉള്ളിൽ പൊള്ളയാണ്. അതിന്റെ പുറകിൽ വിറക് വെച്ച് കത്തിക്കുമ്പോൾ ആ നെറ്റിൽ പഴുത്തിന് കൈ മലർന്നിരിക്കുമ്പോൾ ആ കൈപ്പത്തിയിലേക്ക് ആളുകൾ പ്രസവിച്ച പോലെയുള്ള കുഞ്ഞുങ്ങളെ കൊണ്ടിരിക്കും. നെറ്റിലെ പഴുത്തിരിക്കുകയാണ്. ആ പഴുത്തിരിക്കുന്ന നെറ്റിന്റെ കൈയിൽ ആ കുട്ടിയിൽ കരയില്ല, പുറകിലേക്കല്ലേ. അങ്ങനെ ചൂടടിച്ച കുട്ടി മരിക്കുമ്പോഴേക്കും ആ കുഞ്ഞിന്റെ ശരീരത്തിൽ കൊഴുപ്പ് ഉരുകി ആ സ്റ്റാച്ചുവിന്റെ കാലിൽ വീഴും. അപ്പോൾ മോളെ സാധിച്ചു. ഈ സോളമന്റെ കുഞ്ഞിനെ ചെയ്തു. മഹാനായ സോളമൻ എന്നിട്ട് അമ്മമാരെ പഠിപ്പിച്ചു, കുഞ്ഞുങ്ങളോട് സോളമനെ പോലെയാക്കണം. പുസ്തകം പഠിച്ച് പുസ്തകം എല്ലാ പുസ്തകവും നടക്കുക ഈ പരിപാടി മാത്രം ചെയ്യണം. അതുകൊണ്ട് പുസ്തകത്തെ സ്നേഹിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞില്ല, നോർവേശായി എന്നും അദ്ദേഹം മൂത്രമൊഴിച്ച് ആ മൂത്രം കുടിക്കുമായിരുന്നു. സ്വന്തം മൂത്രം കുടിക്കുന്ന ആളായിരുന്നു നോർവേശായി. കാരണം സുഭാഷിതങ്ങളുടെ പുസ്തകം 5:15 പറയുന്നു, നീ നിന്റെ ഉറവയിൽ നിന്ന് മാത്രം കുടിക്കുക. ആ വാക്യം അദ്ദേഹം തെറ്റിപ്പിടിച്ചാണ്. അദ്ദേഹം ഇന്ന് രാവിലെ ഉറവ തുറക്കും, എന്നിട്ട് ആ ഉറവയിൽ ഉത്പാദനം ചെയ്യും. നിങ്ങൾ സംശയത്തെ അന്വേഷിച്ച് നോക്കിക്കോ. അത് നമ്മുടെ നാട്ടിലുള്ള പ്രൊട്ടസ്റ്റന്റ് പാസ്റ്ററാണ് അദ്ദേഹത്തെ കത്തയച്ചു, സർ നിങ്ങൾ ആ തെറ്റിദ്ധരിച്ച് ചെയ്യും. കാരണം സുഭാഷിതങ്ങളുടെ പുസ്തകം 5-ാമത്തെ അധ്യായത്തിൽ പറയുന്നത് ഉറവായി ഭാര്യ ഭർത്താക്കന്മാരെ കുറിച്ചാണ്. ഭർത്താവ് ഭാര്യ തമ്മിൽ മാത്രമേ ദാമ്പത്യ കർമ്മം പാടുള്ളൂ, അതിന് പുറമെ പാടില്ല. ആ അർത്ഥത്തിലാണ് നീ നിന്റെ ഉറവയിൽ മാത്രം കുടിക്കുക. പുള്ളിക്കാരനെ പോയി ഉറവ് തുറന്ന് അദ്ദേഹം കുടിക്കുമായിരുന്നു. ഇങ്ങനെ ബൈബിൾ തെറ്റിദ്ധരിച്ച് ധാരാളം ആളുകളുണ്ട്. അങ്ങനെ ഒരു കൂട്ടം നിങ്ങളുടെ നാട്ടിലുണ്ട്. തെറ്റിദ്ധരിക്കുന്നു, പലരും ശരി മനസ്സിലാക്കുന്നില്ല. ഞാൻ പ്രൊഫസർ അഭിജിത്ത് സാറിന്റെ ക്ലാസ്സുകളുടെ യൂട്യൂബിൽ കാണാറുണ്ട്. എനിക്കറിഞ്ഞൂടെ പ്രൊഫസറാണ്, ഒപ്പം നിരീശ്വരവാദിയാണ്. ദൈവമില്ലെന്ന് പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നതാണ്. അതെന്റെ ഒരു വാക്ക് നിങ്ങൾക്കൊക്കെ ധാരാളമുണ്ടാവും. ദൈവമെന്ന് പറയുന്ന ആളുകളുണ്ടാവും. അപ്പൊ പിന്നെ ആ മനുഷ്യനിങ്ങനെ പറയുന്ന പ്രൊഫസർ പറയുന്നു, ക്രിസ്ത്യാനികളുടെ ബൈബിളിൽ എഴുതിയിരിക്കുന്നു പിന്നെ പാപ്പിന്റെ ആഹാരം പൊടിയായിരിക്കും. അങ്ങനെ എഴുതിയിട്ടുണ്ട്. ഏത് പാപ്പാണ് പൊടി നിന്ന് ജീവിക്കുന്നത്? ഈ അപ്പാമൊന്നും പൊടിയിട്ടുണ്ട് അല്ലേ? ജീവികളുണ്ട്. പാപ്പിനുസരിച്ച് കാര്യങ്ങൾ വ്യത്യാസമുണ്ട്. ചെറിയ ജീവികളല്ല, നമ്മൾ വളച്ചു പൊടിച്ച് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷെ വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു പാമ്പ് പൊടിയിരിക്കുന്നു. അപ്പൊ അദ്ദേഹം ഇത്തരം രീതിയിലെത്തേക്കാം. ഏതാണ് പശ്ചാത്തലം? ആദോളമായി പാപം ചെയ്യും, പാപത്തോട് പറഞ്ഞു നീ നെറ്റിയിലേക്ക് ആകർഷിക്കും. സ്ത്രീയോട് പറഞ്ഞു പാമ്പിനോട് പറഞ്ഞു നീ പൊടിയിരിക്കും, ഭൂമിയിലേക്ക് നടക്കും. അദ്ദേഹം പറഞ്ഞ പൊടിയിരിക്കും എന്നത് അക്ഷരാർത്ഥത്തിൽ എടുത്താൽ മറ്റേത് അക്ഷരാർത്ഥത്തിൽ എടുക്കും. നീ നിന്റെ നെറ്റിയിലേക്ക് ഏർപ്പെടുന്ന ഭക്ഷണം നെറ്റിയിലേക്ക് ഏർപ്പെടുത്ത് ഇങ്ങനെ കഴിഞ്ഞു. അങ്ങനെ എല്ലാവരും ഉദ്ദേശിച്ച് നെറ്റിയിലേക്ക് ഏർപ്പെടുന്നതാണ് ഈ കഷ്ടപ്പെടണം കൂടി. അതല്ലേ അദ്ദേഹം അല്ലെ? യേശുക്രിസ്തു പറഞ്ഞു നിന്റെ കണ്ണ് പാപത്തിൽ ഉച്ചെടുത്ത് കളയുക, വെട്ടിക്കളയുക, മുറിച്ചു കളയുക. അങ്ങനെയാണെങ്കിൽ ഉദ്ദേശിക്കുന്ന ആൾക്ക് ഞാൻ എന്തെങ്കിലും ഉണ്ടാവും, എല്ലാം വെട്ടിക്കളഞ്ഞിട്ടുണ്ടാവും, ചുഴന്ന് കളഞ്ഞിട്ടുണ്ടാവും. വേദപുസ്തകം ഇത്തരം എഴുതിയ വാക്കുകളുണ്ട്, ഫിഗറേറ്റുകളുണ്ട്, സിംബോളിക്കുണ്ട്. ധാരാളമാണ് അറിഞ്ഞില്ല, അറിഞ്ഞുകൂടാതെ അവരുടെ കുറ്റമല്ല. അവർ വേദപുസ്തകം വായിക്കുന്നില്ല, വേദപുസ്തകത്തിൽ ഒന്നും നീ കാലത്ത് ചിന്തിക്കുന്നു. നിങ്ങൾക്കറിയാമോ, നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, കോളേജിലോ സ്കൂളിലോ പഠിച്ചിട്ടുണ്ട്, അടിമ സമ്പ്രദായം നിർത്തലാക്കി. ധാരാളം പറയാമോ? അടിമ സമ്പ്രദായം നിർത്തലാക്കിയ സേവനം നിർത്തലാക്കി പറയാമോ? ആരാണ് അടിമ സമ്പ്രദായം നിർത്തലാക്കിയത്? പറഞ്ഞു
ആ പാട്ടിൽ ആരാണ് പക്ഷേ മാത്രം പറയുള്ളൂ ക്ലാസ് പഠിപ്പിക്കുന്നത്. പക്ഷേ എന്തുകൊണ്ടാണ് മനസ്സിലാക്കി എന്താണ് പറയുന്നത്? നിങ്ങൾ വേദപുസ്തകം വായിച്ചിട്ട് വേദപുസ്തകത്തിൽ ഫിലമോന്റെ ലേഖനം എന്ന് പറഞ്ഞ ലേഖനങ്ങൾ 25 വാക്യങ്ങൾ മാത്രമുള്ള ലേഖനമാണ് ഫിലമോന്റെ ലേഖനം. എഫേസോസ്, ഫിലിപ്പിയർ, കൊളോസോസ്, ഫിലമോൻ, ഈ 4 ലേഖനങ്ങൾ അപ്പോസ്തലനായ പൗലോസ് നീതിക്കടന്ന ലേഖനമാണ്. അതിൽ ഫിലമോന്റെ ലേഖനത്തിൽ ശ്രദ്ധിച്ചിരിക്കുന്നവർക്ക് മനസ്സിലാവും. ഫിലമോന്റെ ലേഖനത്തിൽ ഒനേസിമോസ് എന്ന് പറഞ്ഞ ആളുണ്ട്. ഒനേസിമോസ് എന്ന വാക്യത്തിന് പ്രയോജനപ്പെടുന്നതാണ്. ഒനേസിമോസ് ഫിലമോന്റെ വീട്ടിലെ അടിമയായിരുന്നു. ഫിലമോന്റെ വീട്ടിൽ നിന്ന് ആടികൾ ചാടിപ്പോയി. പഴയകാലത്ത് ആടികൾ ചാടിപ്പോയ കമ്പി പഴിപ്പിച്ച് കട്ടക്സിന്റെ വിളിയോ നെറ്റിയിലോ വെക്കും. ചില നോവലുകൾ വായിച്ചിട്ട് കട്ടക്സിലൂടെ വെക്കും. അടയാളങ്ങളോ ഇംഗ്ലീഷിൽ ചില ലേഖനങ്ങൾ അതിനെ കമ്പി പഴിപ്പിച്ച് വെച്ചിട്ടുണ്ടോ ചാടിപ്പോയ ആടികൾക്ക് കണ്ണിന് ശിക്ഷിക്കാം. അപ്പോ ഒനേസിമോസ് ചാടിപ്പോയി ഫിലമോന്റെ വീട്ടിൽ നിന്ന്. അങ്ങനെ അവസാനം അപ്പോസ്തലനായ പൗലോസ് റോമിലെ ജയിലിൽ കിടക്കുമ്പോൾ, ജയിൽ എന്ന് പറഞ്ഞാൽ വീട്ടുതടങ്കൽ അല്പസ്വാർത്ഥതയില്ല, അവിടേക്ക് ഒനേസിമോസ് വന്നു. ഒനേസിമോസിനെ പൗലോസ് അപ്പോസ്തലൻ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞു. യേശു നിനക്ക് വേണ്ടി കൂടിയാണ് ക്രിസ്തു മരിച്ചതെന്ന് പറഞ്ഞു. അവൻ മാനസാന്തരപ്പെടുത്തിയത് പൗലോസ് അപ്പോസ്തലൻ എഴുന്നേറ്റ് ആ എഴുത്താണ് ഫിലമോന്റെ ലേഖനം. അല്ലയോ ഫിലമോൻ, നിന്റെ വീട്ടിൽ നിന്ന് ചാടിപ്പോന്ന അടിമയായിട്ട് എന്റെ വീട്ടിലുണ്ട്, എന്റെ കൈവശമുണ്ട്. ഞാൻ അവനെ നിന്റെ വീട്ടിലേക്ക് തിരിച്ചയക്കുന്നു. ഇനി അവൻ അടിമയായി സ്വീകരിക്കരുത്. ക്രിസ്തുവിൽ ഒരു മകനായി കഴിക്കുള്ളൂ. ആ ലേഖനമാണ് മനസ്സാന്തരപ്പെടുന്നത്. നിങ്ങളോട് ആരെങ്കിലും കോളേജ് വർഷത്തിലും പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞു തന്നാൽ ബൈബിൾ പറയുന്നു. മാത്രമല്ല ഇബ്രാഹിമിനെ മനസ്സാന്തരപ്പെടുത്തിയ നോവൽ കൂടി ഉണ്ടായി. ഹൈനിയറ്റ് ടീച്ചർ എന്ന് പറഞ്ഞ ലേഡിയുടെ നോവലാണ് അൻവിൽ ടോംസ് ക്യാബി. വായിച്ചു നോക്കണം. അൻവിൽ ടോമിന്റെ മുറി എന്ന് പറയുന്ന മലയാള ഭാഷ അൻവിൽ ടോംസ് ക്യാബി 350 രൂപയുടെ ഇംഗ്ലീഷ് പുസ്തകത്തിനായി അതിനേക്കാൾ കുറവായിരുന്നു. ആ പുസ്തകത്തിൽ ശ്രദ്ധിക്കണമേ, ടോം എന്ന് പറയുന്ന ഒരു അടിമയും ടോം നല്ല അടിമയായിരുന്നു. ടോമിന്റെ യജമാനും നല്ല യജമാനായിരുന്നു. ആ യജമാനും വളരെ ശ്രദ്ധിക്കണമേ. ടോമക്കാരന് നല്ല കാലം, അടിമയാണെങ്കിലും നല്ല കാലം. ഈ അമേരിക്കയിലെ ഒരു സൈഡിൽ അടിമ സമ്പ്രദായം ആളുകൾക്ക് ഇഷ്ടമായിരുന്നു. കാരണം അവിടെ പരിധിയാണ്. എന്നാൽ മറുവശത്ത് അടിമകളെ ഇഷ്ടമല്ല, സമ്പന്നനായിരുന്നു. അവിടെ അടിമ സമ്പ്രദായം ഇഷ്ടമുള്ള സ്ഥലങ്ങളിലാണ് ഈ അടിമകൾ ധാരാളം ഉണ്ടായിരുന്ന ആളുകളെ പരിധി കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് ധാരാളം ജോലികൾ ചെയ്തവർ ഉപയോഗിച്ചു. ആ കാലഘട്ടത്തിൽ എഴുതിപ്പെട്ട പുസ്തകമാണ് ഇത്. അങ്ങനെ ടോമുകൾ യജമാനങ്ങളോട് നന്നായി ജീവിച്ചു. ആരെങ്കിലും പഠിക്കുമ്പോൾ ആ നല്ല യജമാനന് പണം കുറേ കഷ്ടമായി ബിസിനസ് പരാജയപ്പെട്ടു. അദ്ദേഹം അടിമകളെ ഓരോന്നായിട്ട് വിൽക്കാൻ പോകണം. ടോമിന്റെ ടോമിന് അമേരിക്ക വിൽക്കാൻ ഇഷ്ടമില്ല, പക്ഷെ നിർവാഹമില്ലാത്ത വിൽക്കാൻ പോവുകയാണ്. അങ്ങനെ ടോമിനെ വിറ്റു. ടോമിനെ വാങ്ങിക്കൊണ്ടുപോയി ക്രൂരനായ മനുഷ്യനാണ്. സെമിനായി കൊണ്ടുപോയി അതുകൊണ്ട് ടോമിന്റെ കഷ്ടകാലമാണ്. അങ്ങനെ പരിധി ശേഖരിക്കും. നമ്മുടെ നാട്ടിൽ കുരുമുളക് ശേഖരിക്കുന്നതോ അല്ലെങ്കിൽ തേയില ശേഖരിക്കുന്നതോ കണ്ടിട്ടുള്ള അതുപോലെ ഇദ്ദേഹം ഈ ടോം ശേഖരിച്ചിരിക്കുമ്പോൾ ഒരു സ്ത്രീ ഈ പരിധി ശേഖരിക്കുന്ന പക്ഷേ അസുഖമായവരെ ടോം തന്റെ കൂടെ പറയാൻ കൊടുത്തു. അത് സൈമൺ പറഞ്ഞു. സൈമൺ പറഞ്ഞു, ടോം നിന്നോട് പറഞ്ഞ ജോലി ചെയ്യുന്നത് നീ ആരും എം പി ഉണ്ടാകുന്നു. ടോം എം പി. അങ്ങനെ ഈ വീണ്ടും ടോമിനെ അനാവശ്യമായി ഉപദ്രവിക്കാൻ തുടങ്ങി. ഒടുവിലോ കഠിനമായപ്പോൾ സെക്രട്ടറി പറഞ്ഞു, നിന്റെ ശരീരത്തെയും ആത്മാവിനെയും ഞാൻ പണം കൊടുക്കുവാനാണ് എന്ന് പറഞ്ഞപ്പോൾ ടോം പറഞ്ഞു, യജമാനൻ അങ്ങനെ പറയരുത്. എന്റെ ശരീരം ഒന്ന് വിലയ്ക്ക് വാങ്ങിയതാണ്, എന്റെ ആത്മാവിനെ യേശു ക്രിസ്തു ചുറ്റുവരോട് വാങ്ങിയെന്ന് പറഞ്ഞു. ഒരു അടിമയാണെന്ന് അദ്ദേഹം പറയുന്നത്. അതിൽ പിന്നെ തന്നിന്റെ ശക്തി കൂടിയുള്ളൂ. പലതരത്തിലുള്ള പീഡനങ്ങൾ. അവസാനം കഥയുടെ നോവലിന്റെ അവസാനം ടോം മരിക്കാറായിട്ട് കിടക്കുമ്പോൾ പിന്നെ ടോമിന്റെ നല്ല യജമാനങ്ങൾ കോടിക്കണക്കിന് സുഖമായി. അദ്ദേഹം ടോമിന് മാറുന്നില്ല, ടോമിനെ സെമിനാരിക്ക് പറഞ്ഞു, സെമിനാരിക്ക് എന്റെ ടോമിന് തരാം, നീ പറയുന്നതോടെ തരാം. അപ്പോൾ സെമിനാരിക്ക് പറഞ്ഞു, ഞാൻ ചത്താതിരിക്കാൻ നിൽക്കാറില്ല, എഴുതോട് പോകുന്നത് പറഞ്ഞു. ടോം ടോമിന്റെ അടുത്തേക്ക് സെമിനാരിക്ക് പറഞ്ഞു, ടോമിന് നമുക്ക് പോകാം. ടോം ചോദിച്ചു, യജമാനെ കൊണ്ട് നമുക്ക് എന്തെങ്കിലും പോവാം. ടോം അങ്ങനെ ടോമിനോട് യജമാനൻ പറഞ്ഞപ്പോൾ ടോമിനോട് പറഞ്ഞു, യജമാനങ്ങൾ ഞാൻ എൻ്റെ കീഴിലേക്കില്ല, എൻ്റെ കീഴിൽ മറ്റൊരു സ്ഥലങ്ങളിലേക്ക് പോകുക. നോവലിൻ്റെ അവസാനം ടോമിനെ മരിച്ചു പോകുന്നു. ടോമിനെ യജമാനത്തെ ആ നോവലും ഇബ്രാഹിമിനെ സ്വാധീനിച്ചു. ഉപദേശിച്ച മകൻ എഴുതിയ നോവലും ബൈബിളിലെ ഫിലമോന്റെ ലേഖനം രണ്ടും
എന്നാൽ എട്ടാം സങ്കീർത്തനം ചന്ദ്രനിൽ ശാസ്ത്രജ്ഞന്മാർ എഴുതിയ സങ്കീർത്തനമാണ് എട്ടാം സങ്കീർത്തനം. എട്ടാം സങ്കീർത്തനത്തിന്റെ ആദ്യഭാഗം വായിക്കുമ്പോൾ നമുക്ക് കാണാം, അങ്ങയുടെ വിരലുകൾ വാർത്തെടുത്ത വാനത്തെയും ചന്ദ്രതാരത്തെയും കാണുന്നു. എട്ടാം സങ്കീർത്തനത്തിന്റെ അവസാന ഭാഗം വരുമ്പോൾ സമുദ്രമാർഗത്തിൽ സഞ്ചരിക്കുന്ന സകലത്തെയും തന്നെ വാക്ക് സമുദ്രമാർഗം. ഞാൻ പറയാൻ ശ്രമിക്കണമേ, ആ സമുദ്രമാർഗം എന്നൊരു വാക്ക് ഈ കടലിൽ കപ്പലുകളിൽ പോകാൻ കപ്പൽ ചാലുകൾ കണ്ടെത്തിയ ശാസ്ത്രജ്ഞനുണ്ട്. മാത്യു ഫൗണ്ടൻ മൗര്യ എന്നാണ് പേര്. മാത്യു ഫൗണ്ടൻ മൗര്യാണ് കടലിലൂടെ കപ്പലുകളിൽ പോകാൻ വഴി കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ. അദ്ദേഹം വഴി കണ്ടെത്താനുണ്ടായ കാരണം അദ്ദേഹത്തിന്റെ മകൻ രോഗബാധിതനായി മരിക്കാറായി കിടന്നപ്പോൾ മാത്യു ഫൗണ്ടൻ മൗര്യ പ്രാർത്ഥിച്ചു, കർത്താവേ എന്റെ മകൻ സുഖപ്പെടണേ എന്ന് പ്രാർത്ഥിച്ചു. അദ്ദേഹം ബൈബിൾ തുറന്നപ്പോൾ കണ്ട വാക്യം എട്ടാം സങ്കീർത്തനത്തിന്റെ അവസാന ഭാഗമാണ്. സമുദ്രമാർഗം എന്നൊരു വാക്ക്. അദ്ദേഹം ചിന്തിച്ചു, സമുദ്രമാർഗമോ? നമ്മുടെ ബൈബിളിൽ സമുദ്രത്തിൽ ചരിക്കുന്ന സകലത്തെയും തന്നെയാണ്. മറ്റു ട്രാൻസ്ലേഷൻ സമുദ്രമാർഗം എന്നാണ്. സമുദ്രമാർഗം എന്ന അദ്ദേഹത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ സമുദ്രത്തിൽ മാർഗമോ? ആ മാർഗം ഉണ്ടെങ്കിൽ ഞാൻ അത് കണ്ടുപിടിക്കും. പക്ഷേ മകനെ സുഖപ്പെടുത്തുന്നു. അദ്ദേഹത്തിന്റെ മകനെ ദൈവം സുഖപ്പെടുത്തി കപ്പലുകൾ പോകാൻ കപ്പൽ ചാലുകൾ കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് മാത്യു ഫൗണ്ടൻ മൗര്യ. കണ്ടുപിടിച്ചത് എട്ടാം സങ്കീർത്തനത്തിൽ നിന്നാണ്. കയ്യിലിരിക്കുന്ന പുസ്തകം പഴങ്കഥയാണെന്ന് ചിന്തിക്കരുത്. ഇങ്ങനെ 100 കാര്യം. ഈ കൊറോണയുടെ സമയത്ത് എത്രയോ പേര് മാസ്ക് വെച്ചിട്ടുണ്ട്. നമ്മളെല്ലാവരും പലതരത്തിലുള്ള മാസ്കായിരുന്നു. എന്നാൽ ഈ മാസ്കിനെ കുറിച്ച് വേദപുസ്തകം പറയുന്ന വാക്ക് പഴയ നിയമത്തിൽ ലേവ്യർ എന്ന് പറയുന്ന പുസ്തകം, അതായത് 3-ാമത്തെ പുസ്തകം ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യർ എന്ന പുസ്തകത്തിൽ 13-ാമത്തെ അധ്യായത്തിൽ കുഷ്ഠരോഗികളെ കുറിച്ച് പറയുന്നത്. കുഷ്ഠരോഗികളെ നാട്ടിൽ പോവാണ്. ഇവിടെ ചാലക്കുടിയുടെ വരട്ടി എന്ന് പറഞ്ഞ സ്ഥലം, വരട്ടിയിൽ നിന്ന് കുറച്ചുകൂടി മാറി തിരുമുടി എന്ന് പറഞ്ഞ സ്ഥലമാണ്. എണ്ണൂറോളം കുഷ്ഠരോഗികളായിരുന്നു. സർവേഷ ആർമിക്കാർ തുടങ്ങുന്ന ആള് പിന്നീട് ഗവൺമെന്റ് ഏറ്റെടുത്താണ്. സർവേഷ ആർമി മുതൽ ഒരു പ്രൊട്ടസ്റ്റന്റ് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ്. പിന്നെ അത് ഗവൺമെന്റ് ഏറ്റെടുത്തു. അവിടെ പുസ്തകങ്ങളൊന്നും കാണാനുണ്ടോ? കയ്യിലെല്ലാം മുറിഞ്ഞുപോയി, കാലെല്ലാം മുറിഞ്ഞുപോയി, കണ്ണെല്ലാം വഴികളുടെ ഹോളുകളുമായിട്ടായിരിക്കുന്നതാണ്. നമുക്കെല്ലാം വഴിക്ക് പോകാറ്. ഞാൻ 12ാം ക്ലാസ്സിൽ കൈവസം പഠിക്കുമ്പോൾ കുട്ടികളെ കൊണ്ട് ഞാൻ പോകാറുണ്ട്. പോകുന്നതോടൊപ്പം തന്നെ കുട്ടികളെ കാണിക്കും. അപ്പോൾ നമുക്ക് മനസ്സിലാവുക നമ്മുടെ ശരീരം നല്ലതാണ്, നമ്മുടെ സ്കിൻ എത്ര നല്ലതാണ്. അവരെന്ത് തെറ്റിയിട്ടുണ്ടാക്കണേ? അവിടെ ചെല്ലാതെ അവിടെ ചെന്ന് നോക്കണ്ടോ? സമയം കിട്ടണം. ബൈക്കിൽ വെച്ച് 1-2 പേരെ കുട്ടി നോക്കിക്കോളൂ. ഇവിടെ വടക്കോട്ട് പോയാൽ കാണാം തൃശ്ശൂർ മുളയം എന്ന് പറയുന്ന സ്ഥലത്ത് ഭയങ്കര ശോചനീയമാണ്. ഇങ്ങനെയുള്ള കുഷ്ഠരോഗികളെ കുറിച്ച് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന വാക്യം ഞാൻ പറയാം. ലേവ്യ പുസ്തകം 13-46 വാക്യങ്ങൾ. 1 കുഷ്ഠരോഗി മുടി ചീക്കരുത്. 2 കുഷ്ഠരോഗി കീറിയ വസ്ത്രം ധരിക്കണം. 3 കുഷ്ഠരോഗി മേൽചുണ്ട് മറയ്ക്കണം. മേൽചുണ്ട് മറയ്ക്കണമെന്ന് ശ്രദ്ധിച്ച് നമ്മുടെ മേൽചുണ്ട് മാത്രം മറയ്ക്കാൻ പറ്റില്ല. അതേയും കുഷ്ഠരോഗി വാക്കുകൂടി രോഗാണുകൾ വായുവുള്ള പകരുമെന്ന് ശാസ്ത്രം കണ്ടുപിടിച്ച് പറയുകയില്ല. എന്നാൽ ബൈബിളിൽ മോസസിലൂടെ പഴയ മോശയിലൂടെ ദൈവം എത്രയോ കാലങ്ങൾ പറഞ്ഞിരിക്കുന്നു, രോഗി വാക്കുകൂടി കേൾക്കണം. ചിന്തിക്കേണ്ടതാണല്ലോ. നമ്മുടെ വിശുദ്ധ വഴിയിൽ പ്രാർത്ഥനയുണ്ട്. നന്ദിയില്ലാത്തവർ ചിന്തയില്ലാത്തവർ. സത്യം കണ്ണാടി പറഞ്ഞു നന്ദിയില്ലാത്തവരുടെ ചിന്തയില്ലാത്തവർ. ചിന്തിച്ചു നോക്കണം. ഒരു മനുഷ്യനെ ഒരു മനുഷ്യനെ നോക്കി 2 കാര്യത്തിൽ മനുഷ്യന്റെ തലയാണ് ഏറ്റവും. ഒരു സ്ത്രീ പ്രസവിക്കുമ്പോൾ കുഞ്ഞിന്റെ തലയാണാദ്യം പ്രവർത്തിക്കുന്നത്. ദൈവം മൗനമായിട്ട് പറയാണ് എന്താണ്? തലയേറ്റുള്ളിൽ ഹൃദയമതിന് താഴെ, ഉദരമതിന് താഴെ, ലൈംഗിക ഭാഗത്തിന് താഴെ. എന്താ അങ്ങനെ ശ്രദ്ധിക്കാൻ കാരണം? ഒരു പട്ടിയോ പശുവിനെയോ കുതിരയോ തല, ഹൃദയം, ഉദരം, ലൈംഗിക ഭാഗങ്ങളിൽ പാരലായിട്ട് കിടക്കുന്നത്. മനുഷ്യൻ നോക്കി ഒരു കപ്പ് കുത്തിയോ തല ആദ്യം പറഞ്ഞാൽ ചിന്തിച്ച് നീ പോണ പോയത് എന്താണോ ചിന്തിക്കുന്നു. 2 നിന്റെ ബുദ്ധിക്ക് കീഴടക്കണം. നിന്റെ വികാരം ഈ പ്രായമാണ്. വികാരങ്ങൾക്ക് മുന്നോട്ട് എപ്പോഴും മുന്നോട്ട് വരും. നമ്മൾ അതിനെ നമുക്ക് തോന്നും. പക്ഷേ നിന്റെ തലയ്ക്ക് കീഴടക്കണം. നിന്റെ വികാരം അതിനെ കീഴെയാണോ? തീറ്റയ്ക്ക് 3-ാം സ്ഥാനമുള്ളൂ. ചില വയറുകളുടെ ദൈവമേ എത്ര മാസമായി ചോദിക്കും. ചില വരുന്നുണ്ട ലൈഫിലേക്ക് 4-ാം സ്ഥാനം. അതിനെ കുറേ ഡിസൈനുകളുണ്ട്. ആരാണ്? നമ്മുടെ കർത്താവായ യേശു ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ തന്നെയുണ്ട് മനുഷ്യൻ ചിന്തയില്ലാത്ത. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അദ്ദേഹത്തിൻ്റെ മകൻ. അദ്ദേഹം മെഡിക്കൽ ഷോപ്പ് നടന്നാണ് പഠിക്കുന്നത്. അതിൻ്റെ പേര് സണ്ണി എന്നാണ്. 2 മക്കളാണ്. ഒരാൾ ഏഞ്ചൽ, ഒരാൾ ആകാശ്. സണ്ണിജയുടെ രോഗിയെ സഞ്ചി
വലിയ വിശ്വസിക്കുകയായിരുന്നു. 700 കഴുതകൾ വളർത്തിയിരുന്നു. അങ്ങനെ കഴുത പാല് പാട്ടുണ്ടാക്കി വീട്ടിൽ അമിതാണ് കുടിച്ചിരുന്നത്. അതുപോലെ വീട്ടിൽ നിന്ന് ശർക്കര ഉണ്ടാക്കുന്നുണ്ടോ, അതായത് കഴുതപ്പാലിനെ അങ്ങനെ എന്ത് ചെയ്തു വെച്ചാൽ കഴുതകളെ പത്തിനോട് വാങ്ങി കഴുതകളെ വളർത്തി. പക്ഷേ കഴുതകൾ ആദ്യം വേണ്ടതല്ലേ പാടുന്നത്. അങ്ങനെ കഴുതകളൊക്കെ പോയി അയാൾക്ക് മനസ്സിലാക്കി ശാസ്ത്രീയമായി ചെയ്യണം. അങ്ങനെ അവർ അതിനെക്കുറിച്ച് മറ്റൊരുതായി ചെയ്ത് പഠിക്കാതെ ചെയ്യാൻ പാടില്ല. വീണ്ടും നന്നായി പഠിച്ചു, കഴുതകളെ കൊണ്ട് പരിപാലിച്ചു. അങ്ങനെ കഴുതപ്പാലിൽ സൗന്ദര്യവർദ്ധക വസ്തുക്കളുള്ള ബിസിനസ് ചെയ്യാൻ തുടങ്ങി. മലയാള സന്ദേശത്തിൽ വാർത്ത വന്നു. കഴുതപ്പാലിൽ നിന്ന് സൗന്ദര്യവർദ്ധക വസ്തുക്കളുള്ള ബിസിനസ് എവിടെ കിട്ടി? പള്ളിയിൽ കുർബാനയ്ക്ക് വായിച്ച വായനയിൽ എന്തെങ്കിലും ഒരു ആശയം കിട്ടണം. ഒരാശയം എവിടെ കിട്ടും? നല്ല നല്ല ആശയം. വേദപുസ്തകത്തിൽ നല്ല ആശയം കിട്ടും. വീണ്ടും വീണ്ടും വായിക്കും, വീണ്ടും വീണ്ടും മെഡിറ്റേറ്റ് ചെയ്യണം. പഠിച്ചിട്ടില്ലേ? പിന്നെ റെഡി കണ്ടുപിടിച്ച രണ്ടാമത് റെഡി കണ്ടുപിടിക്കുക. ഈ സ്ഥിര മനസ്സിലാക്കാൻ പ്രചോദനം കിട്ടി. റെഡി എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവും. പുള്ളിക്കാരി കാരണം അതൊക്കെ ആഗ്രഹിക്കുക. പക്ഷെ ഇമാജിനാണ് അങ്ങനെ സാധനം ഉണ്ടാവും. രണ്ടാമത് പിന്നെ രണ്ടുപേരും വിശുദ്ധന്റെ പ്യൂരിഫൈ ചെയ്തത്. വിശുദ്ധൻ എന്ന് പറഞ്ഞാൽ അത് റോഡുകളായി തന്നിരിക്കണം. എന്നിട്ട് പ്യൂരിഫൈ ചെയ്തുകൊണ്ടാണ് ഭർത്താവ് അവസാനം പറഞ്ഞു കാര്യങ്ങൾ നടക്കുന്ന കാര്യങ്ങളാണ് വിട്ടുകളയോ ഭർത്താവ് പിൻവാങ്ങി. കാര്യം പിൻവാങ്ങിയില്ല. അവസാനം രാത്രി ഭർത്താവിനെ വെച്ച് വീടിന് മുകളിലേക്ക് കാണിച്ചു. നോക്കൂ, ആ തിറങ്ങുന്നതുണ്ടോ? അതാണ് കഴിഞ്ഞ ക്യാൻസർ രോഗ ചികിത്സ ജീവിതത്തിലെ സമർപ്പണമാണ്. മലയാളികളുടെ തലച്ചോറിൽ എന്തെങ്കിലും പിടികിട്ടുന്നുണ്ടോ പറയുന്നത്? ആശയങ്ങൾ പിടികിടണം. ആരോഗ്യം മാത്രം പോരാ. യുവജനങ്ങളിൽ ശക്തരാണെന്ന ദൈവത്തിന്റെ വചനത്തിൽ വസിക്കുന്ന നമ്മുടെ ശക്തന്മാരാണ്. കാരണം യുവാവായുള്ള ശക്തനാവില്ല, യുവാവായുള്ള ശക്തനാവാം, യുവതിയായവരുടെ ശക്തനാവാം. കാരണം റീസൺ പറയാണ് യുവാക്കന്മാരെ ശക്തരാണ് എന്ന ദൈവത്തിന്റെ വചനത്തിൽ വസിക്കുന്നു. വചനം വസിക്കുമ്പോഴാണ് ശക്തി ഉണ്ടാവാം, വചനം വസിക്കുന്നതിൽ ശക്തി ഉണ്ടാവാം. ഈ കുറച്ച് നാളുകൾ മുമ്പ് സുന്ദരിയായ വിവാഹം കഴിച്ചു, അവിടെ ഒരു കുഞ്ഞുണ്ടായി. കുഞ്ഞുണ്ടായി കഴിയുമ്പോൾ ഒരു കാപ്പൂരായിട്ടാണ് അവിടെ സ്വന്തം കുഞ്ഞിനെ ആ വഴികളുടെ കടൽ തീരത്തെ കടൽ ഭിത്തികൾ പണിയുന്ന പിന്നെ കല്ലിൽ ആ കല്ലിൽ കുഞ്ഞിന്റെ കാല് പിടിച്ച് താളാട്ടാക്കി. ഇതിനാണ് ആ തല ചിതറിച്ച കുഞ്ഞിനെ കൊണ്ടുള്ള കാമുകനോട് പോകാൻ ചെയ്യാനെന്ന് പറഞ്ഞാൽ വെറുതെയല്ല. എന്നത് കാമവും ക്രോധവും ഒരമ്മ പറ്റി ഇട്ട മക്കളാണ്. ഒന്നുകൂടെ കാമവും ക്രോധവും ഒരമ്മ പറ്റി ഇട്ട മക്കളാണ്. ഒന്നുകൂടെ കാമവും ക്രോധവും ഒരമ്മ പറ്റി ഇട്ട മക്കളാണ്. കാമം എന്ന് മാത്രമല്ല, അത് മാത്രമാണ് ക്രോധം. എന്താ കാര്യം? കാമത്തിന്റെ കൂടെ പോകാനുള്ള ഓബ്സ്റ്റക്കിളായിട്ട് നിൽക്കുന്നത് കുഞ്ഞാണ്. അതിനെ കൊണ്ട് ധാരാളം പാടിച്ച് പഠിച്ച് പൂർണ്ണ പോയി. പക്ഷേ പോലീസുകാരുടെ കുട്ടിയുടെ മുമ്പിൽ വികസിക്കുന്നില്ല. പോലീസുകാരുടെ കുട്ടിയുടെ മുമ്പിൽ വികസിക്കുന്നത് വിശ്വസിക്കുന്ന ലാലേട്ടനോടൊപ്പമാണ്. അവരെ തിരിച്ചു മറിച്ചു ചോദിക്കുന്നത് പറയും. അവർ വികസിക്കുന്നത് ലാലേട്ടനോട് മാത്രം വികസിക്കുന്നത്. ഞാനിവിടെ CID പോലീസുകാരെത്തിയാണ് ആ സാറിനോട് ഞാൻ അസറിന് പേര് സാറിന് സംസാരിച്ചാൽ ഇങ്ങനെ ചോദിക്കുക പറയൂ. അത് ധ്യാനത്തിന്റെ സമയത്ത് ഞാൻ രാത്രി നല്ല നല്ല വീടുള്ള എനിക്ക് ഈ CID പോലീസായി കിട്ടുന്നത് ഞാൻ ഓട്ടത്തിൽ ഫസ്റ്റാണ്. എങ്ങനെ ഏത് കടകളിലും കൂട്ടിച്ചു ഞാൻ അങ്ങനെയാണ് അതിന്റെ പോലീസ് വരുന്നത്. അതുപോലെ ഞങ്ങളിതിനെ കൊണ്ട് ചെറുക്കിട്ട് അവരുടെ ബസ്സിലായിരുന്നു റെയിൽവേ സ്റ്റേഷനൊക്കെ ഉണ്ട്. എന്നിട്ടോ കൂട്ടിച്ചിട്ട് കളകാരുടെ സംശയം ഓടിച്ചിട്ട് പിടിച്ചിട്ട് കൊണ്ടുപോകും. സത്യം പറയില്ല. അങ്ങനെ ഇന്ത്യയിലെ അങ്ങനെ കൊലപാതകം നടത്താൻ
ജ്യൂസ് വേണോ ചായ വേണോ എന്തുകൊണ്ട് ആ സ്ഥലത്തേക്ക് എങ്ങനെയെന്ന് പറയുമ്പോൾ പള്ളി പഠിപ്പിക്കുന്ന കാര്യങ്ങൾ, അധ്യാപകർ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ പഠിക്കാതെ വരുമ്പോൾ അവരെ പഠിപ്പിക്കാനുള്ള ആളുകളാണ് അവിടെ ഉണ്ടാകുന്നത്. അത്രയ്ക്ക് എത്ര പാഠങ്ങൾ ഭയങ്കര അപകടമാണ്. ഈ ഇവിടെ നമ്മുടെ അംഗമായി ഞാൻ അന്വേഷിക്കാൻ വേണ്ടി അഡ്രസ്സൊക്കെ പറയട്ടോ. അംഗമാലിയുടെ ഷൈജൻ വളരെ ഈ കറുകിലുള്ള ധ്യാനങ്ങളുള്ള ധ്യാനങ്ങളിൽ 90 കുണ്ടകൾക്ക് വേണ്ടി ധ്യാനിച്ചു. അവിടെ അച്ഛൻ അവരുടെ കാലം പോകും വേറെ ഹോസ്പിറ്റലിൽ വെച്ചു നമ്മളുടെ ഇവിടെ ധ്യാനിക്കാൻ ക്ലാസ്സിലുള്ള പറ്റുള്ളൂ. അപ്പൊ സിസ്റ്റേഴ്സിന് ധ്യാനിക്കാം. ഞാൻ ഓടിച്ചത് ജനൽ തുറന്ന സൈഡിൽ ഇതൊക്കെ വീട്ടുകൊണ്ട് പാടുമ്പോഴാണ് മുകളിൽ നോക്കിയ പേടി വരുന്നു. ഞാൻ പുറകുവശത്തേക്ക് പോയി സംഗീതത്തിന്റെ ഇടയ്ക്ക് പോയി ഹോസ്പിറ്റൽ അപ്പോൾ സിസ്റ്റേഴ്സിന് ധ്യാനമില്ലേ? നിങ്ങളുടെ ആർക്കും സിസ്റ്റേഴ്സിന് ധ്യാനം ഞാനങ്ങനെ ചിന്തിച്ചു. അതേ വാടകകളാണ് 90 പേര് 45 ദിവസത്തേക്ക് 45 ദൈവസ്നേഹത്തിൽ പറയാൻ പറഞ്ഞു. ഞാൻ പറയില്ല, ഈ ജീവികളോട് വല്ലതും പറയാൻ പറ്റില്ല. അത് 3 അപ്പൊ 4ാമതിരിക്കുന്ന നിലയിലിരിക്കുന്ന ഇവിടെ വെട്ടുകൊണ്ട് പാടുള്ള ആളാണ് മുൻകിടക്കിൽ കിടക്കുന്നത്. വേറെ പേരെ പ്രതിയുന്നത് 3 കൊലക്കേസ് പ്രതിയാണ്. ഇതിലിരിക്കുന്ന ഭൂരിഭാഗം ആളുകൾ വലിയ വലിയ ക്രിമിനൽസാണ്. ഏതാണെങ്കിലും 4 ദിവസം ധ്യാനം നടത്താൻ സഹായിച്ചു. എല്ലാ ചെറുപ്പക്കാരോടും സംസാരിച്ചു. ഡിഗ്രി വരെ പഠിക്കാത്ത എല്ലാവരും ഡിഗ്രി വരെ പഠിച്ചു. അപൂർവമാരൊക്കെയാണ് 10ാം ക്ലാസ് 12ാം ക്ലാസ് ബാക്കിയുള്ളവർക്ക് വിദ്യാഭ്യാസമുള്ളവരാണ്. അതിൽ ഒരാളാണ് ഇഷ്ടപ്പെട്ടെ 90 പേരിൽ ഒരാളാണ് ഇഷ്ടപ്പെട്ടെ ഉഗ്ഗമാനിലെ ക്ഷേത്രത്തിൽ നടക്കുന്നത്. ധ്യാനങ്ങളിൽ ഈ ധ്യാനം പോയിക്കൊണ്ട് എനിക്ക് അല്പം ഓർഡർ വായിക്കാൻ പാട്ട് പാടാൻ അറിയാമെന്ന് ഞാൻ ഇവിടെ നിന്നുള്ള അവിടെ വേറെ സജീവി സജീവിയിൽ പോയി സജീവി ഉണ്ടാകാൻ ഭാഗമായി ഭാഗത്ത് കിട്ടിയിരുന്നു. എതിർപ്പിക്കുന്നു ഇവൻ അച്ഛൻ്റെ തലയിൽ നിന്നു. അങ്ങനെ അവിടെ നിന്ന് കുറേ കാലം കഴിഞ്ഞു നന്നായിട്ട് പാട്ട് പാടാൻ പഠിച്ചു. അവൻ്റെ ധ്യാനങ്ങളിലൂടെ പോയി ഞാൻ നടത്താൻ പോകാം. എൻ്റെ കൂടെ ഒരിക്കൽ വന്നു വയനാട്. ഞങ്ങൾ ഒരുമിച്ചു ഇത് വലിയ മനുഷ്യനാണോ അത് രാവിലെ അവിടെ ഒരു മലയുടെ അടിമാനത്തിൽ കിടന്നുകൊണ്ടിരിക്കുന്നു. മനുഷ്യൻ ഒന്നുകൂടെ വയറുണ്ട് തലച്ച നല്ല രസമാണ്. ഒന്നും കാണിക്കുന്നു അങ്ങനെയുള്ള ധൈര്യം പറഞ്ഞു. ആ പുള്ളിക്കാരന് പിന്നെ അവരെന്നോട് പറഞ്ഞു എനിക്ക് അവരോട് സംസാരിച്ചു ഞാൻ രാത്രി സംസാരിക്കണം. നിന്റെ ഭീകര കഥകളൊക്കെ കേൾക്കട്ടെ പറയില്ല ചോദിച്ചാൽ പറയില്ല എന്തെങ്കിലും ഒന്ന് പറയൂ. കഴിഞ്ഞ കാലത്ത് ഉണ്ടായിരുന്നു നമ്മൾ ചേട്ടാ നമ്മൾ ചേട്ടാ ഞാൻ തല്ലാൻ പോയി കള്ളു പിടിച്ചു കഞ്ചാവടിച്ചു ഞാൻ സ്പർശിച്ചിട്ട് പോയി. ഞാൻ ചോദിച്ചത് പറ്റി അത് ശരിയാവില്ല ചേട്ടാ അത് ശരിയാവുന്ന ചേട്ടാ കണ്ടുപിടിച്ചിട്ട് ഞാൻ തല്ലാൻ പോയിട്ടുണ്ട്. പോലീസുകാരെ ഷാപ്പിലേക്ക് എടുക്കുമെന്ന് ഓടിച്ചിട്ടുണ്ട്. ഞാൻ കണ്ടുപിടിക്കാൻ എനിക്കത് കേട്ടപ്പോൾ സന്തോഷമുണ്ട്. അങ്ങനെ അവരുടെ കല്യാണം കഴിച്ചു. ധനാനുസാരം കഴിഞ്ഞിട്ട് സെലീനാണ് പേര്. അവരോട് പറഞ്ഞു നല്ലൊരു ചെറുക്കനുണ്ടോ. അപ്പോൾ അവർ പറഞ്ഞു ചെറുക്കൻ കൊണ്ടുവന്നാലേ നന്നായിരിക്കും. അങ്ങനെ ഞാൻ പറഞ്ഞു ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ആ പൈപ്പൊന്ന് കണ്ടു. ഇഷ്ടമായി സെലി പിന്നെ സംസാരിച്ച് പറഞ്ഞു തോന്നി കൊള്ളാൻ തോന്നി. അങ്ങനെ അവരുടെ വിവാഹം നടന്നു. വിവാഹം പ്രോസസ് കഴിഞ്ഞപ്പോൾ സൈഡ് എന്നോട് പറഞ്ഞു ഞാൻ മദ്രാസ് 10ാം ക്ലാസ് പുസ്തകം എഴുതി കഴിഞ്ഞു. അത് വന്നിട്ട് പറയാൻ പറഞ്ഞു. അങ്ങനെ മദ്രാസ് ഇന്റർവ്യൂ കഴിഞ്ഞു. നീ വിളിക്കുമ്പോഴേ ഇന്റർവ്യൂ അമേരിക്കയിലേക്ക് ധ്യാനത്തിന് മാത്രമാണ്. അത് ഞാൻ അവിടെ ട്രാൻസ്ലേറ്റർ വേറെ എഴുതിയിട്ടുണ്ട്. ഞാൻ മലയാളത്തിലാണ് പറയുന്നത്. അവരുടെ വിശ്വസ്താമിയോ 10 കൊല്ലത്തേക്ക് വിശ്വസ്താമിയോ 10 കൊല്ലത്തേക്ക് 27 കേസ് അവരുടെ ഫോട്ടോ ഒട്ടിക്കാത്ത പോലീസ് സ്റ്റേഷനിലില്ല. അവർ 27 ക്രിമിനൽ കേസുകൾ അന്വേഷിച്ച് അമേരിക്കയിൽ 6 മാസം ഞാൻ ഇടയ്ക്ക് അവിടെ ഇവിടെ പഠിച്ചാൽ ഞാൻ പഠിച്ചാൽ ഞാൻ ഓർക്കാറുണ്ട്. 4 കുട്ടികളുണ്ടാകും കുഴപ്പമില്ല എല്ലാവരും കുട്ടികളുണ്ടാവുന്നത്. അങ്ങനെ ശരീരക്കാർക്ക് ഇത്ര വഷളായി പോയ മനുഷ്യനെ യേശു അങ്ങനെയാണ്. ഞാൻ പറഞ്ഞത് എന്താണെന്ന് അറിയുമോ? എത്ര തെറ്റിപ്പോയ മനുഷ്യൻ രക്ഷയില്ല. ഒരൊറ്റ കാര്യം മാത്രം ദൈവത്തിന്റെ സന്നിധിയിൽ ചെന്നാൽ മതി. എല്ലാവർക്കും പർപ്പസ് കേട്ടോ. എല്ലാവർക്കും പർപ്പസ് ഉണ്ട്. എല്ലാവർക്കും
ദൈവം ശ്രദ്ധിച്ചെടുത്തതല്ല. അതിലേക്ക് എത്തിപ്പെടണമെങ്കിൽ ആദ്യം ചെയ്യുന്ന കാര്യം ശ്രദ്ധിക്കും. ദൈവത്തിന് ഇഷ്ടമില്ലാത്ത പണികളിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ വിശുദ്ധിതമായ സൂക്ഷിക്കണം. വിശുദ്ധ കുർബാനയിൽ മാത്രമല്ല, വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സുന്ദരനും ബലവാനും അമർത്തിനുമായി കർത്താവ് ശുദ്ധിയില്ലായെങ്കിൽ ദൈവം ഇടപെടുകയാണ്. എക്സൈസ് ആവുകയാണ്. ഏറ്റവും വളരെ ശ്രദ്ധിക്കുന്നതാണ് അശുദ്ധമായ കാര്യങ്ങളിൽ കുടിയിരിക്കുന്ന ആളുകളൊക്കെ എത്ര നല്ല പണ്ഡിതന്മാരെ പിടിക്കാൻ നോക്കിയാൽ ഹൃദയം നോക്കണം. ദൈവത്തിന്റെ കണ്ണു വെച്ച് നമ്മുടെ ഹൃദയത്തിലേക്ക് നോക്കിയാൽ എന്തൊക്കെ ആയിരിക്കും കാണുന്നത്? അപ്പത്താമത് കണ്ണു നട്ടുന്ന സ്ഥിതി ആദ്യമായി ഒരു കത്ത കടയിൽ വെച്ച് മോഹൻലാൽ നോക്കി പറയട്ടെ, ഇത് വെച്ച് നോക്കിയാൽ തുണിയില്ലാതെ കാണാൻ പറയട്ടെ. അപ്പൊ മോഹൻലാല് ഒരു തായനെടുത്ത് അതൊക്കെ ചുമ്മാ പറയുന്നത് മാറി പോകുന്നുണ്ട്. അതൊരു കാര്യം പഠിക്കാറുണ്ട്. ദൈവത്തിന്റെ കണ്ണുകളിൽ നിന്ന് നോക്കിയാൽ നമ്മൾ എങ്ങനെയായിരിക്കും? ദൈവത്തിന്റെ കണ്ണുകളിൽ നിന്ന് നോക്കിയാൽ അങ്ങനെ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കണം. ഞാൻ ഇവിടെ തൃശ്ശൂർ ഭാഗത്ത് 400 ആളുകളെ ഒരു ഹോളിൽ ലഭിച്ചുകൊണ്ടിരിക്കുക. അവിടെ ചെന്നപ്പോൾ ഞാൻ ആ ചോദ്യം ചോദിച്ചു. എന്നെ വിളിച്ചു എന്താ ഓഡിയൻസ് എന്ത് വിഷയം പറയട്ടെ, ചെയ്തോ എന്താ പറയട്ടെ? അപ്പോൾ 400 പേര് എനിക്ക് നന്നായിട്ട് എനിക്ക് അറിയുന്ന കേസുകളിലാണ്. ഞാൻ കൊച്ചു പെൺകുട്ടികളെ പഠിക്കുന്ന പ്രായമുള്ള ക്ലാസ്സൊക്കെ കഴിഞ്ഞു. ക്ലാസ്സിന്റെ സമയം പ്രാർത്ഥിച്ചു എന്ത് പറയുമ്പോഴും അപ്പോൾ ദൈവം സത്യം കാണുന്നത് കാത്തിരിക്കുന്നു പറഞ്ഞ ഒരു സ്റ്റോറി ഭയങ്കര ടച്ചിങ്ങാണ് ആ സ്റ്റോറി. അത് ഞാനവിടെ പറഞ്ഞു. ദൈവം സത്യം കാണുന്നു ഞാൻ കാത്തിരിക്കുന്നു. ഞാനിവിടെ പറയുന്നില്ല ആ ചെറിയ ചെറുകഥകളോട്. കാരണം പറയാനാണ് ദൈവം ഭൂരിഭാഗം സ്ത്രീകൾ നല്ലവരായി ചോദിച്ചാൽ കർത്താവിന്റെ എക്സിലാണ്. മുഴുവൻ കാര്യം ഞങ്ങൾ എന്ത് പാപം ചെയ്തിട്ടാണ് ഞങ്ങൾക്ക് എക്സിക്കുന്നത്. അത് ദൈവം സത്യം കാണുന്നു കാത്തിരിക്കുന്നു. ആ ആശയങ്ങളെ വളരെ ആഗ്രഹിക്കാറുണ്ട്. ഞാൻ പറഞ്ഞു സ്ത്രീകളോട് കാര്യം തുടങ്ങി ചില പുരുഷന്മാരെ കാണാൻ കഴിയും. പക്ഷേ ഊണ് കഴിച്ചപ്പോൾ മനഃപൂർവ്വം അവരുടെ ഞാൻ ഭക്ഷണം കഴിച്ചു. 10ാം ക്ലാസ് കഴിക്കുന്നതിനെ ചോദിച്ചു എയ്ഡ്സുണ്ടോ? ഞങ്ങൾ മരണത്തെ മുന്നിൽ കണ്ടിട്ടുള്ളത്. ഞാൻ ചോദിച്ചു മോൾ പഠിക്കുന്ന ക്ലാസ്സിലെ കൂട്ടുകാരെ അറിയോ? ഞങ്ങൾ പറയുന്നത് വന്നവർ നിങ്ങളുടെ അടുത്ത് എഴുന്നേറ്റ് പോകുന്നു. ക്ലാസ്സെല്ലാം കഴിഞ്ഞു ഞാൻ പുറത്തേക്ക് അറിയുമ്പോൾ മിക്സിലൊക്കെയായ ഒരു സുഹൃത്തെ കണ്ടിട്ടുള്ളൂ. അദ്ദേഹം പറഞ്ഞു അത് എങ്ങനെയാണ് മോളെ തിരിച്ച് ചാവിലേക്ക് ഞങ്ങൾ ബൈക്കൊക്കെ ഇടുന്നു. ഞാൻ ആ സമയത്ത് ഞാൻ സംസാരിച്ചു. ആൾ പറഞ്ഞു ബോംബെയിലാണോ അതോ കോയമ്പത്തൂരിലാണോ ശരിക്കറിയില്ല. വാക്കിന്റെ സ്ഥിതി ബോംബെ സിറ്റി പോകാറുണ്ട്. പിന്നെ കോയമ്പത്തൂരിൽ എവിടെയോ ചോദിച്ചാലേക്ക് പോകാറുണ്ട്. എവിടെ നിന്നാണ് ഉദ്ദേശിക്കുന്നത്? അപ്പം ഞാൻ ചോദിച്ചു എവിടുന്നാണ് പോകുന്നത്? കോയമ്പത്തൂരിലാവാൻ സാധ്യത. അതെന്താ കാര്യം? അവിടെ ഞാൻ ചെന്നപ്പോൾ 17 വയസ്സായ പെൺകുട്ടിയോട് കൂടിയാണ് ഞാൻ ലൈംഗിക ബന്ധത്തിലാക്കുന്നത്. അപ്പോൾ അവൾ പറഞ്ഞു മോണ്ടോ ഉപയോഗിക്കും സാധ്യത ഗവൺമെന്റിന് പറ്റിയിട്ടാണ് മോണ്ടോ ഉപയോഗിക്കുകയും സാധ്യത. മോണ്ടോ ഉപയോഗിച്ചില്ല എക്സ് കാര്യങ്ങൾ അതിസൂക്ഷ്മമാണ്. പക്ഷേ അത് ആ പെൺകുട്ടിയുടെ ഞാൻ ഈ പറഞ്ഞു തരുന്നത് ബസ് സ്റ്റോപ്പിൽ ആളെ കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് എക്സ് ഉണ്ടോ? എന്താ ജോലി ചെയ്യണം? ഈ അടുത്ത ദിവസം സോഷ്യൽ മീഡിയയിലൊക്കെ ഏറ്റവും കൂടുതൽ എക്സാമ്പിൾ 18 വയസ്സ് 22 വയസ്സിലേക്കുള്ള ഇതിനെല്ലാ പെൺകുട്ടികളും ആൺകുട്ടികളും വേണ്ടാത്ത പണിക്ക് പോകാതിരിക്കുക. ശരീരം ദേവാലയം ശരീരം ക്ഷേത്രമാണ്. ആവാനൊക്കെ ശ്രദ്ധിച്ചാൽ ആവാനാണ്. എന്നെ 9ാം ക്ലാസ് പഠിക്കുമ്പോൾ ബൈക്ക് ഓടിക്കാൻ പഠിപ്പിച്ചു. എന്റെ വീടിന്റെ തൊട്ട് മുമ്പിൽ ഒരു ഗ്രാമമാണ് എന്റെ വീട്. ആ ഗ്രാമത്തിലുള്ള 5 ഗ്രീക്സാണ്. എന്റെ ഇടവയിൽപ്പെട്ട ഒരു ഹൈന്ദവൻ അദ്ദേഹം പിന്നെ കിഡ്നി പേഷ്യൻ്റ് ആണ് എല്ലാവരും പറയുന്നത്. ഒരു ദിവസം രാത്രി കിഡ്നി പേഷ്യൻ്റ് ആണ് എല്ലാവരും പറയുന്നത്. സത്യമായിട്ട്
വിദ്യാഭ്യാസം നൽകി, നല്ല അവസരങ്ങൾ നൽകി, നന്നായിട്ട് ജീവിച്ചാൽ നന്നായി എത്തിപ്പോയ കോൺസിക്വൻസ് അനുഭവിക്കും. അത് ഞാൻ കൂടുതൽ നേരിട്ടില്ല, സമയമായി 4 മണിയായി. വലിയൊരു വിഷയമാണ്. നമുക്ക് ദീപം വെച്ചാൽ തീരുമെങ്കിൽ ഇത് കഴിഞ്ഞ് കേൾക്കാം. അതുകൊണ്ട് ശരീരത്തെ ദേവാലയമായിട്ട് കാണുക, എന്നിട്ട് സന്തോഷിക്കുക. ദൈവം പറഞ്ഞ കാര്യത്തിൽ സന്തോഷിക്കുക. അവരുടെ യാത്രക്കാരുടെ എല്ലാ നന്മകളും പറയട്ടെ. വിശ്വാസത്തിന് പ്രത്യേകം നന്ദി പറയുന്നു. സമയം ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടി നന്ദി പറയാൻ ഒരാളെ വിളിക്കുന്നില്ല. ഇപ്പോൾ നന്ദി ബ്രദർ സാക്ഷി നൽകിയിരിക്കുന്ന വിശ്വാസ ജീവിതത്തിലേക്ക് കടന്നു വന്ന വ്യക്തിയാണ്. ഏറെ പഠിക്കാനുണ്ട് ഈ നന്ദി ജോൺ എന്ന് പറയുന്ന ബ്രദറിൽ. നമുക്ക് അല്പമൊക്കെ അദ്ദേഹത്തിൻ്റെ വിശ്വാസ ജീവിതത്തിൻ്റെ ഒരല്പം നമുക്ക് കിട്ടിയാൽ അത്രയുമായി നീ വിചാരിക്കുകയും ഞങ്ങൾ വലിയതിനേക്കാളൊക്കെ വളരെ 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 വിശ്വാസ ജീവിതത്തിൽ ഉയർന്നു നിൽക്കുന്ന ഒരു ജീവിതമാണ് അദ്ദേഹത്തിൻ്റെ. ഇന്ന് നമ്മുടെ ഇടവകയിലേക്ക് വന്ന് നിങ്ങൾക്ക് ഒരു ചെറിയ സന്ദേശം നൽകാൻ അദ്ദേഹം കാണിച്ച നല്ല മനസ്സിന് ഇടവകയുടെ പേരിൽ പ്രത്യേകിച്ചോടുകൂടിയിരിക്കുന്ന എല്ലാ യുവതി യുവാക്കളുടെയും പേരിൽ ഹൃദയംഗമമായിട്ടുള്ള നന്ദി അറിയിക്കുകയാണ്. എല്ലാവരും അതിനകത്തുണ്ടാവും. നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്നത്തെ ഹോംവർക്ക് എന്ന് പറയുന്നത് എല്ലാവരും